നമസ്കാരം, വെൽക്കം ടു ഗ്രോത്ത് ടോക്സ്. ഏതൊരു സ്റ്റാർട്ടപ്പിന്റെയും ഗ്രോത്ത് ജേണിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ആണ് ഫണ്ട് റേസിംഗ്. അപ്പോൾ ഈ ഒരു ഫണ്ട് റേസിംഗിനെ കുറിച്ച് എന്താണ് ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് ബേസിക് ക്വസ്റ്റ്യൻ മുതൽ ഫണ്ട് റേസിംഗ് വരെ നമുക്ക് നല്ല രീതിയിൽ ഗൈഡ് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. CS മനു ഫ്രാൻസിസ്, GHC ഗ്രോത്ത് ലാബ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഫൗണ്ടറും സിഇഒയുമാണ് അദ്ദേഹം. അപ്പൊ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം, എന്താണ് ഒരു സ്റ്റാർട്ടപ്പ്, എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പിന് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് സാധിക്കും, അതിന്റെ ലീഗൽ ഫോർമാലിറ്റീസ് എന്താണ്, എന്തൊക്കെയാണ് അതിന്റെ പ്രീ റിക്വസൈറ്റ്സ്, എങ്ങനെയൊക്കെ നമുക്ക് ഇൻവെസ്റ്ററെ കണ്ടെത്താം, ഒരു ഇൻവെസ്റ്ററുടെ മുന്നിൽ എങ്ങനെ പിച്ച് ചെയ്യാം, ഇതെല്ലാം നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം. സോ വാച്ച് ടിൽ ദി എൻഡ് ആൻഡ് ഓവർ ടു CS മനു ഫ്രാൻസിസ്. വെൽക്കം ടു ഗ്രോത്ത് ടോക്സ് മനു. താങ്ക് യു. മനു എന്താണ് ചെയ്യുന്നത്? ഒന്ന് ബ്രീഫ് ആയിട്ടൊരു ഇൻട്രൊഡക്ഷൻ തരാമോ? പ്രൊഫഷണലി ഞാൻ ഒരു കമ്പനി സെക്രട്ടറിയാണ്. അതിനേക്കാളുപരി ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സ്റ്റാർട്ടപ്പുകളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറേ കൂടി ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് GHC ഗ്രോത്ത് ലാബ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഫൗണ്ടറാണ് ഞാൻ. അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾക്കിടയിൽ ഉണ്ടായ കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള കൺസൾട്ടിങ്ങിലേക്കും അവർ സപ്പോർട്ട് ചെയ്യാനുള്ള ഈ ഒരു സർവീസിലേക്കും നമ്മൾ എത്തിയത്. ഒരു 3 വർഷമായിട്ട് ഒരു പ്ലാറ്റ്ഫോമായിട്ട് ടെക് കൺസൾട്ടിംഗ് എന്ന് വേണമെങ്കിലും പറയാം. ഒരു നീഷായിട്ടുള്ള സ്റ്റാർട്ടപ്സിന്റെ ഐഡിയ മുതൽ ഫണ്ട് റേസിംഗ് വരെയുള്ള കോറായിട്ടുള്ള ഏരിയാസിനെ ഗൈഡ് ചെയ്ത് സ്ട്രക്ചർ ചെയ്ത് അൾട്ടിമേറ്റ്ലി ഫണ്ടിങ്ങിലേക്ക് അവർ എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് GHC ഗ്രോത്ത് ലാബ് എന്ന് പറയുന്നത്. എന്താണ് ഈ GHCയുടെ ഫുൾ ഫോം? ഗ്രാൻഡ് ഹൗസ് കൺസൾട്ടിംഗ് എന്നാണ് നമ്മുടെ എൻറ്റിറ്റിയുടെ പേര്. അതിന്റെ ഒരു ടെക് ഡ്രിവൺ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിന് GHC ഗ്രോത്ത് ലാബ് എന്ന് ശരിക്കും പറഞ്ഞ ഒരു സ്റ്റാർട്ടപ്പിന് ആദ്യം മുതൽ അവരുടെ ഒരു അൾട്ടിമേറ്റ് ഡ്രീം ആയിട്ടുള്ള ഫസ്റ്റ് ലെവൽ ഓഫ് ഫണ്ടിങ് വരെ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ സാധിക്കും. ഒരു പക്ഷേ അതിന് ശേഷവും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഫണ്ടിങ്ങിനേക്കാളും നമ്മൾ പറയാം ലിസ്റ്റിംഗ്, അതായത് സസ്റ്റൈനബിലിറ്റി ഉള്ള ഒരു ബിസിനസ് എന്ന് പറയണമല്ലോ. കാരണം സർവൈവ് ചെയ്യണമെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി, ക്യാഷ് ഫ്ലോ ഇതിലേക്ക് എത്തുന്ന ഒരു വിഷനും കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓപ്പറേഷൻസ് എവിടെ? നമ്മൾ കൊച്ചി ബേസ്ഡ് ആണ് നമ്മുടെ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയതുകൊണ്ട് നമുക്ക് എവിടേക്കും സെർവ് ചെയ്യാവുന്ന ലെവലിലേക്ക് നമ്മൾ പയ്യെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്ട്രൈറ്റ് ടു ദ പോയിന്റ്. ഓക്കെ, സോ സ്റ്റാർട്ടപ്പ്, ലെറ്റ്സ് സേ സ്റ്റാർട്ടപ്പ്. വാട്ട് ഈസ് സ്റ്റാർട്ടപ്പ്? എന്താണ് ഒരു സ്റ്റാർട്ടപ്പും ഒരു നോർമൽ SME അല്ലെങ്കിൽ MSMEയുമായിട്ടുള്ള വ്യത്യാസം? ഏറ്റവും കൂടുതൽ കൺഫ്യൂഷനും മിസ്ഗൈഡ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. ശരിക്കും ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻവെൻഷൻ ഉള്ള യൂണീക്ക് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലിനെയാണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയാം. പക്ഷെ എങ്കിലും അതില്ലെങ്കിൽ കൂടി ഒരു പ്രോബ്ലം സൊല്യൂഷൻ മോഡലുള്ള ബിസിനസ് ആണെങ്കിലും സ്റ്റാർട്ടപ്പ് എന്ന് പറയാം. അൾട്ടിമേറ്റ്ലി അത് ടെക്നോളജി ഡ്രിവൺ ആയിരിക്കണം അല്ലെങ്കിൽ സ്കെയിലബിൾ ആയിരിക്കണം. ഇപ്പൊ നമുക്ക് അടുത്തുള്ള ഷോപ്പ് നമ്മുടെ അടുത്തുണ്ട്, അല്ലെങ്കിൽ യൂബർ എന്ന് പറയുന്ന എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് സ്കെയിൽ ചെയ്യാനും പല ആൾക്കാർക്ക് മാർക്കറ്റ് കിട്ടാനും ആ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി. പല കൺട്രീസിലും റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിനെയാണ് ശരിക്കും എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പിലേക്ക് നമുക്ക് പറ്റുന്നത്. ഈവൻ നോർമൽ MSME ആണെങ്കിലും സ്റ്റാർട്ടപ്പ് ആക്കി മാറ്റാം ടെക്നോളജിയുടെ പോസിബിലിറ്റീസ് കൊണ്ടുവന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇന്നോവേഷൻസോ ഇൻവെൻഷൻസോ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതാണ് ഒരു ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ സ്റ്റാർട്ടപ്പും MSME. അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്ന ഒരാള് പൊതുവെ ഞാൻ പറഞ്ഞു കേൾക്കുന്നത്, എനിക്കൊരു സ്റ്റാർട്ടപ്പ് ഉണ്ട്, എസ്പെഷ്യലി ഈ ബിടെക് എല്ലാം കഴിഞ്ഞ കുട്ടികൾ എന്തെങ്കിലും ചെയ്യും. ചിലപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്യുന്ന ചിലപ്പോൾ ഒരു ഏജൻസി സർവീസ് മോഡൽ ബിസിനസ് ആയിരിക്കും. പക്ഷെ അവർ പറയുന്നത് ഐ ഹാവ് എ സ്റ്റാർട്ടപ്പ്. അവര് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ എടുക്കും. എന്നിട്ട് അപ്പൊ അതൊരു ശരിയായ പ്രവണതയാണോ? അത് പുതുതായി തുടങ്ങുന്ന എല്ലാ സ്റ്റാർട്ടപ്പ് അല്ലാതാണ് എന്റെ ഒരു അഭിപ്രായം. സ്റ്റാർട്ടപ്പ് രജിസ്ട്രേഷൻ നമുക്ക് ആർക്ക് വേണമെങ്കിലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ LLPയോ പാർട്ണർഷിപ്പോ ഉണ്ടെങ്കിൽ നമുക്ക് ഗെയിൻ ചെയ്യാം. സ്റ്റാർട്ടപ്പിന്റെ ബെനിഫിറ്റ്സ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ടാക്സ് ബെനിഫിറ്റ് ആയിട്ടും ഫണ്ടിങ് ആയിട്ടും ഗ്രാൻസ് ആയിട്ടും മുമ്പോട്ട് പോകണമെങ്കിൽ നിർബന്ധമായിട്ടും ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ വേണം. ആ സ്റ്റാർട്ടപ്പ് ഐഡിയക്ക് ഒരു മാർക്കറ്റ് ഫിറ്റ് വേണം, സ്കെയിലബിലിറ്റി വേണം, ഒരു സ്റ്റാർട്ടപ്പ് സ്ട്രക്ചർ വേണം. ഇതിന് മാത്രമേ ശരിക്കുള്ള സ്റ്റാർട്ടപ്പ് ആയിട്ട് നമുക്ക് അംഗീകരിക്കാനായിട്ട് പറ്റുള്ളൂ. സർട്ടിഫിക്കറ്റ് നമുക്ക് ആർക്ക് വേണമെങ്കിൽ നമുക്ക് ഗെയിൻ ചെയ്തെടുക്കാൻ പറ്റും. ടെക്നിക്കലി സ്പീക്കിംഗ് സ്റ്റാർട്ടപ്പ് അല്ല, അത് സ്കെയിലബിൾ ആണ്, അതിനൊരു ടെക് ഡ്രിവൺ ആണ്, പ്രോബ്ലം സോൾവിംഗ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന സ്റ്റാർട്ടപ്പ് ആയിട്ട് പറ്റുള്ളൂ. ഒരു സ്റ്റഡി അബ്രോഡ് ബിസിനസ് നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഇരിക്കുക, അതിനൊരു പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയിട്ടോ മാർക്കറ്റ് പ്ലേസ് ആയിട്ടോ മറ്റുള്ള വെൻഡേഴ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറുകയാണെങ്കിൽ സ്റ്റാർട്ടപ്പ് ആണ്. ഇല്ലെങ്കിൽ സാധാരണ ഒരു SME അല്ലെങ്കിൽ MSME തന്നെയാണ് ആ ഒരു ബിസിനസ്. അപ്പൊ ബേസിക്കലി ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള ഒരു കമ്പനിയെ സ്റ്റാർട്ടപ്പ് എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നു. അത്രേ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നുണ്ടോ? ഈ ഐഡിയ വാലിഡേഷൻ മുതൽ എന്ന് പറയുമ്പോൾ ഈ ഐഡിയ വാലിഡേഷൻ അത് എങ്ങനെയാണ് ഒരു ഐഡിയ വാലിഡേറ്റ് ചെയ്യുന്ന ആസ് എ സ്റ്റാർട്ടപ്പ്? അത് പൊതുവെ നമ്മൾക്കൊരു അസംപ്ഷൻ ഉണ്ടായിരിക്കും ഒരു ഫൗണ്ടർക്ക്. അതല്ലാതെ ഇപ്പൊ അവർക്കൊരു വാലിഡേഷൻ കിട്ടണമെങ്കിൽ അത് എന്ത് പാരാമീറ്റേഴ്സിനെ വെച്ചിട്ടാണ് ഈ വാലിഡേറ്റ് ചെയ്യുന്നത്? ആരാണ് ചെയ്യുക?
അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഓക്കെ, സ്റ്റാർട്ടപ്പിൽ ബാക്കിയുള്ള ബിസിനസിനേക്കാൾ ഉപരിയായിട്ട് ഇന്നോവേഷൻസ് അല്ലെങ്കിൽ ഇൻവെൻഷൻസ് ഉണ്ടായിരിക്കും. പ്രോപ്പർ ആയിട്ടുള്ള ഒരു മിനിമം വയബിൾ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ടാസ്ക്, MVP എന്ന് പറയുന്നത്. അപ്പൊ MVP ഉണ്ടാക്കാനും നമുക്ക് കോസ്റ്റ് വരും. അപ്പൊ എപ്പോഴും നമ്മൾ ബീറ്റ വേർഷൻ അല്ലെങ്കിൽ സ്മോൾ വേർഷൻ ആണ് ക്രിയേറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മൾ ചെയ്യുക. അതിന് നമ്മൾ എല്ലാ ബിസിനസ്സിനുള്ള പോലത്തെ ഒരു ഫീസിബിലിറ്റി, ഇവിടെ എല്ലാവരും ചെയ്യുന്ന ആദ്യത്തെ ഒരു ടാസ്ക്, ആദ്യം പോയി എൻറ്റിറ്റി സ്റ്റാർട്ട് ചെയ്യും, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ആദ്യം വേണ്ടത് നമ്മുടെ ഐഡിയ ഏത് മാർക്കറ്റിൽ ഫിറ്റ് ആവും, ഏത് കസ്റ്റമറിനെ ഞാൻ പ്ലേസ് ചെയ്യും, എത്ര പ്രൈസിന് ഞാൻ ചെയ്യും എന്നുള്ളതിന്റെ ഒരു ട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യുക. അതിന്റെ ഫൈനാൻഷ്യൽ വയബിലിറ്റി, ഒരു മാർക്കറ്റ് ഫീസിബിലിറ്റി, ടെക്നിക്കൽ ആയിട്ടുള്ള ഫീസിബിലിറ്റി, ഇത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിന്റെ കറക്ഷന് ശേഷമാണ് നമ്മളൊരു പ്രൈമറി പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ടത്. അതായത് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്തതിന് ശേഷം അത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. എക്സ്പേർട്ട് ഗൈഡൻസ് വേണമെങ്കിൽ ചെയ്യാം. ഈ സെഗ്മെന്റിലുള്ള നമ്മുടെ മെന്റേഴ്സ് ആയിട്ടും കണക്ട്സ് ആയിട്ടും നമുക്ക് ചെയ്യാം. ഒരുപാട് ഓൺലൈൻ സെർവേഴ്സ് ഉണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകാർ ചെയ്യുന്നത് നമ്മുടെ MBA അല്ലെങ്കിൽ BBA ഒക്കെ ചെയ്ത സ്റ്റുഡൻസിന് എടുത്തിട്ട് സർവേസ് ആണ് ചെയ്യാറ്. കാരണം ഒരു ടെക്നിക്കൽ എക്സ്പേർട്ടിനെ വെക്കുമ്പോൾ ഒരുപാട് എക്സ്പെൻസ് നമുക്ക് വരും. അപ്പൊ ഈ ഒരു പ്രൈമറി ഗൂഗിൾ ഫോം തന്നെ മതി നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു മാർക്കറ്റ് മനസ്സിലാക്കാൻ. അതിന്റെ കറക്ഷൻസ് നമ്മളെങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്നു, അവിടെയാണ് അതിന്റെ ഇമ്പോർട്ടന്റ്. പല ഫൗണ്ടേഴ്സും തിരുത്താൻ തയ്യാറാവാറില്ല. നമ്മൾ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയോണ്ട് മാത്രം കാര്യമില്ല, എങ്ങനെ മനോഹരമായിട്ട് വിൽക്കാം, എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കാം, എങ്ങനെ പ്രൈസ് അല്ലെങ്കിൽ ആ പൈസ നമ്മളിലേക്ക് എത്തിക്കാം, ഇവിടെയാണ് ഒരു ഫസ്റ്റ് ഐഡിയ വേണ്ടത്. ഇതിൽ നമ്മൾ കുറച്ചും കൂടി ചേർത്ത് പറയുകയാണെങ്കിൽ ആദ്യം കമ്പനിക്ക് ഒരു ബിസിനസ് പ്ലാൻ നമുക്ക് വേണം. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഒരു ഫീസിബിൾ ആണ് എന്ന് മിനിമം നമുക്കൊരു വയബിലിറ്റി വന്നാൽ നമുക്ക് ബിസിനസ് പ്ലാനിലേക്ക് വരാം. എനിക്ക് അതിന് മുന്നേ തോന്നുന്നു, എനിക്ക് നമുക്ക് ഓരോ സ്റ്റെപ്പും ഒന്ന് ക്ലാരിറ്റിയോട് കൂടിയിട്ട്, ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടപ്പ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, സ്റ്റാർട്ടപ്പിന് വേണ്ട കാര്യങ്ങൾ എന്താണ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവിംഗ് ഒരു കമ്പനിയാണ് സ്റ്റാർട്ടപ്പ്. ഓക്കെ, ഇനിയും എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു MVP? അതായത് MVP തന്നെ കുറച്ച് എന്താ പറയുക, ഇലാബറേറ്റ് ആയിട്ട് തിങ്ക് ചെയ്യാം, വളരെ ലീൻ ആയിട്ട് തിങ്ക് ചെയ്യാം. അപ്പൊ എന്തായിരിക്കണം ഒരു കൃത്യമായ ഒരു MVP? നോർമലി അത് ജനറിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഓരോ സെഗ്മെന്റ് അനുസരിച്ചും ഡിഫറെന്റ് ആണ് വരുന്നത്. മിനിമം നമുക്ക് മാർക്കറ്റിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, കസ്റ്റമർ ഫീഡ്ബാക്ക് കിട്ടാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ചില റിസർച്ച് സെൻട്രിക് ആയിട്ടുള്ള ബിസിനസിന് ഒരു MVP ഡെവലപ്പ് ചെയ്യാൻ തന്നെ മില്യൻസ് വേണ്ടി വരുന്ന അവസ്ഥയാണ് വരുന്നത്. അപ്പൊ മാർക്കറ്റിലേക്ക് എലിജിബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, കസ്റ്റമറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു മിനിമം ഒരു ഫിറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമേ MVP നമുക്ക് ജനറിക് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതിലൂടെ കസ്റ്റമർ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടാൻ പറ്റണം, അതേപോലെ കറക്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റണം. അതിനാണ് MVP എന്ന് നമുക്ക് ഫസ്റ്റ് പ്രൈമറിൽ നമുക്ക് പറയാം. ശരി, ഒരു MVP ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ആൾക്കാർ ബ്രോഡ് ആയിട്ട് പോകും. അതായത് ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ട് പ്രൊഡക്റ്റ് ബ്യൂട്ടിഫുൾ ആക്കാൻ ശ്രമിക്കും. പക്ഷെ പലപ്പോഴും വെർട്ടിക്കൽ ആയിട്ട് ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്ന രീതിയിൽ നാരോ ആയിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ പെനിട്രേഷൻ കിട്ടുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പൊ നമ്മൾ അതിനോട് ചേർന്ന് USP, യൂണിക് സെല്ലിംഗ് പോയിന്റ്, യൂണിക് വാല്യൂ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ജനറിക് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മുടെ നീഷ് ആയിട്ടുള്ള ഐഡിയനെ, നീഷ് ആയിട്ടുള്ള ഫീച്ചറിനെ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതാണ് കുറെ കൂടി നമുക്ക് കസ്റ്റമർ അട്രാക്ഷൻ നമ്മളിലേക്ക് എത്താം. എപ്പോഴും സാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു ഏത് ഏരിയ ആണോ നമുക്കൊരു യൂണിക് ഐഡന്റിറ്റി നൽകുന്നത് അതിനെ മാത്രം ഫോക്കസ് ചെയ്യുകയും അത് ആളുകളിലേക്ക് എത്തിയിട്ട് ഒരു ഐഡന്റിറ്റി വന്നിട്ട് പയ്യെ ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്യാണ് നമുക്ക് നല്ലത്. അല്ലെങ്കിൽ ഇനീഷ്യൽ ടെസ്റ്റിംഗ് തന്നെ വലിയൊരു കോസ്റ്റിംഗിലേക്ക് ഈ മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് നമ്മൾ ജനറിക് ആയിട്ട് മാറ്റുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഏതാണോ ഫോക്കസ് ഏരിയ അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് പയ്യെ സ്റ്റാർട്ട് ചെയ്യാനാണ് നമ്മൾ വെർട്ടിക്കലായിട്ട് നമ്മളൊരു USP ഐഡന്റിഫൈ ചെയ്ത് അതിലൊരു MVP ഡെവലപ്പ് ചെയ്ത് അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. ഇനി ഇത് എത്തിക്കുന്ന സമയത്താണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ഈസ് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ്? എന്താണ് PMF? അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? മാർക്കറ്റ് ഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് ആൾക്കാർക്ക് ആവശ്യമായിരിക്കണം. അതേപോലെ തന്നെ ആ ഒരു സെഗ്മെന്റിൽ ഇപ്പോൾ ഓൾറെഡി ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് നമ്മുടെ സെഗ്മെന്റിൽ തന്നെ ഉണ്ടായിരിക്കണം. നമുക്ക് അവിടെ ഏതെങ്കിലും ആയിട്ടുള്ള ഒരു കൺവീനിയൻസോ അല്ലെങ്കിൽ കസ്റ്റമർക്ക് എക്സ്ട്രാ ഒരു വാല്യൂ അഡീഷൻ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റണം. എങ്കിലും മാത്രമേ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് കിട്ടുള്ളൂ. ഇനീഷ്യലി വേണമെങ്കിൽ നമുക്ക് നോർമൽ ഒരു ഗെയിൻ കിട്ടിയാലും സസ്റ്റെയിൻ ചെയ്യില്ല. അപ്പൊ നമുക്കൊരു യൂണിക് ആയിട്ടുള്ള ഒരു പൊസിഷനിങ് അല്ലെങ്കിൽ യൂണീക്ക് ആയിട്ടുള്ള ഒരു കൺവീനിയൻസോ ഫീച്ചറോ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിലൂടെ വന്നാലാണ് സ്റ്റാർട്ടപ്പിന്റെ വ്യൂ പോയിന്റിൽ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഫ്രെയിം വർക്ക് ഉണ്ടോ PMF ഡിസൈൻ ചെയ്യാനും അല്ലെങ്കിൽ അതിന്റെ ഒരു KPIs മോണിറ്റർ ചെയ്യാനും അല്ലെങ്കിൽ അതിന്റെ ലൈക്ക് നമ്മളിപ്പോ മാർക്കറ്റിലേക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് പീപ്പിളിനെ എടുത്തു, അവരിലേക്ക് ഇത്ര ആൾക്കാരിലേക്ക് നമ്മൾ പ്രൊഡക്റ്റിനെ എത്തിച്ചു, അതിൽ നിന്ന് നമുക്ക് എത്ര പേര് അക്വയർ ചെയ്യുന്നുണ്ട്, എത്ര പേര് റീറ്റേൺ ആവുന്നുണ്ട്, ആ ഒരു സ്റ്റഡി ചെയ്ത് അവരുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്ത്, അപ്പൊ ഇതിനൊരു ഫ്രെയിം വർക്ക് ഉണ്ടോ? അതായത് ഈ പെർസെന്റേജ് കാൽക്കുലേഷൻ ഉണ്ടോ? ഇല്ല. നോർമലി എന്താ വെച്ചാൽ ഒരു 60 to 80% എങ്ങനെയാണ് അതിന്റെ ഒരു
മേജോറിറ്റിയുടെ പുറത്ത് മാത്രമേ അതിൽ നിൽക്കുന്നുള്ളൂ. കാരണം പ്രൊഡക്റ്റ് ടു പ്രൊഡക്റ്റ്, മാർക്കറ്റ് ടു മാർക്കറ്റ് ഡിഫറെന്റ് ആണ്. ചില നമ്മൾ വാല്യൂ ബേസ്ഡ് പ്രൊഡക്റ്റ് ആയിരിക്കാം, ചില വോളിയം ബേസ്ഡ് പ്രൊഡക്റ്റ് ആയിരിക്കാം. ഇപ്പൊ 100 വിൽക്കണമെന്നില്ല, 2-3 പ്രൊഡക്റ്റ് മാത്രം വിൽക്കുന്ന കസ്റ്റമർ ബേസ് ഉണ്ട്. ഇതിൽ തന്നെ ഇപ്പൊ പറയാൻ സ്റ്റാർട്ടപ്പിലൊക്കെ ആണെങ്കിൽ ഇന്ത്യയിലൊന്നും വിൽക്കാത്ത ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. റീസെന്റ് നമ്മളൊരു റൂട്ട്സ് എന്ന് പറയുന്ന ഒരു AI ബേസ്ഡ് പ്ലാറ്റ്ഫോം ഉണ്ട്. അവരുടെ ക്ലയന്റ് ബേസ് എല്ലാം US-ലാണ്. അപ്പൊ ഇവിടുത്തെ ബ്യൂട്ടി എന്ന് പറയുന്നത് നമുക്കൊരു ഗ്ലോബലി ഒരു നീഷ് മാർക്കറ്റിലേക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നും ആ മാർക്കറ്റിലേക്ക് ഫിറ്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്നൊരു ബോധ്യം ഉണ്ടെങ്കിൽ വിൽക്കാന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയും വിൽക്കാം. അല്ലാതെ കേരളത്തിൽ മാത്രം ഇന്ത്യയിൽ മാത്രം വിൽക്കണമെന്നില്ല. റീസെന്റ് ഒരു ഫണ്ടഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് US-ലെ ഒരു നീഷ് ഏരിയ ഐഡന്റിഫൈ ചെയ്ത് അവിടേക്കുള്ള പ്രൊഡക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്തത്. പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് ആണ് സ്റ്റാർട്ടപ്പിന്റെ പോയിന്റ് ഓഫ് വ്യൂ. അപ്പൊ മറ്റൊരു ചോദ്യം ഔട്ട് ഓഫ് ദി ടോപ്പിക് ആണ്. ഇപ്പൊ കേരളത്തിലുള്ള ഒരു സ്റ്റാർട്ടപ്പിന് ഈ ഗ്ലോബൽ മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ ആ മാർക്കറ്റിലേക്ക് ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്ത് എത്തിക്കണമെങ്കിൽ എങ്ങനെയാണ് പൊതുവേ ചെയ്യുന്നത്? ഇപ്പൊ പലപ്പോഴും ഞാൻ ഇവിടെ ഇൻഫോ പാർക്കിൽ കാണുന്നുണ്ട്, ഇവിടെയുള്ള കമ്പനി ആണെങ്കിലും ഇവിടെ കേരളത്തിൽ സെല് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരു സെറ്റ് ഓഫ് കമ്പനീസ്, അറ്റ് ദി സെയിം ടൈം പുറത്തുള്ള മാർക്കറ്റിലേക്ക് പ്രൊഡക്റ്റ് ഇവിടെ നിന്ന് ഷിപ്പ് ചെയ്യുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് കമ്പനീസ്. എങ്ങനെയാണ് അവരെ ഗ്ലോബൽ മാർക്കറ്റ് പെനിട്രേറ്റ് ചെയ്യുന്നത്? നോർമലി നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന സെഗ്മെന്റിന് ഭയങ്കര ബ്യൂട്ടി ഉണ്ട് സ്റ്റാർട്ടപ്പിൽ. ഇപ്പൊ എല്ലാ എക്കോസിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത് നെറ്റ്വർക്കിംഗ് ആണ്. ഇപ്പൊ നമ്മുടെ കണക്ട്സും അതേപോലെ നമ്മുടെ ആയിട്ടുള്ള സെൽഫ് ലേണിംഗും റിസർച്ചും ആണ് ഇതിന്റെ ബേസ് ആയിട്ട് കിടക്കുന്നത്. ഈ സ്റ്റാർട്ടപ്പിൽ 2 പേരും കൂടി ആഡ് ചെയ്ത് പറയണം. ഒന്ന് ഇൻക്യുബേറ്റേഴ്സ് ആൻഡ് ആക്സിലേറ്റേഴ്സ് എന്ന് പറയുന്ന സെഗ്മെന്റ്സ് നമുക്കുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇൻക്യുബേറ്റർ ആണ്. US-ലൊക്കെ ഒരുപാട് ആക്സിലേറ്റേഴ്സ് ഉണ്ട്. ഈ ആക്സിലേറ്റേഴ്സും ഇൻക്യുബേറ്റേഴ്സും ഒരുപാട് പ്രോബ്ലത്തിനും സൊല്യൂഷനും ആയിട്ടുള്ള എൻക്വയറീസും ഇൻവൈറ്റ് ചെയ്യും. നിങ്ങളുടെ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, സൊല്യൂഷനുള്ള സ്റ്റാർട്ടപ്പുകൾ വേൾഡ് വൈഡ് ഉണ്ട്, അതിലേക്കുള്ള കോമ്പറ്റീഷൻസ് ഇൻവൈറ്റുകൾ എല്ലാം നമുക്ക് വരും. ഇതിലൂടെയാണ് നോർമലി നമ്മൾ പല രീതിയിലും എത്താം. അതേപോലെ നമ്മുടെ റെഫറലുകൾ, കാരണം നമ്മുടെ ഉള്ള ഫ്രണ്ട്സ്, ഫാമിലി, ആ തുടങ്ങിയ കാര്യങ്ങളുടെ ആ റീച്ചാണ് വരുന്നത്. അൾട്ടിമേറ്റ്ലി ലിങ്ക്ഡിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, ഞാൻ കുറേ കൂടി റെഫർ ചെയ്യുകയാണെങ്കിൽ ലിങ്ക്ഡിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ, ആക്സിലേറ്റേഴ്സിനെ, ഇൻക്യുബേറ്റേഴ്സിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അത് വൈസായിട്ട് അതിനെ കൃത്യമായിട്ട് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചാൽ ഒരു പരിധി വരെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അൾട്ടിമേറ്റ്ലി നമ്മുടെ സെൽഫ് ലേണിംഗ്, നെറ്റ്വർക്കിംഗ്, കണക്ട്സ്, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് അനലൈസ് ചെയ്യാനായിട്ട്. ശരിക്കും ഇതെല്ലാം ഒരു മാർക്കറ്റ് റിസർച്ചിന്റെ ഭാഗമാണ് അല്ലെ? നമ്മൾ ആദ്യം ഒരു മാർക്കറ്റ് റിസർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയയിലേക്ക് എത്തുന്നത്, എന്നിട്ടാണ് ഐഡിയ വാലിഡേഷൻ വരുന്നത്. അപ്പൊ ഈ മാർക്കറ്റ് റിസർച്ചിൽ നമുക്ക് ലിങ്ക്ഡിൻ യൂസ് ചെയ്യാം, സ്റ്റാർട്ടപ്പ് നെറ്റ്വർക്കുകൾ യൂസ് ചെയ്യാം അല്ലെ, കണക്ഷൻസ് യൂസ് ചെയ്യാം. നമ്മുടെ ഒരു കോ ഫൗണ്ടേഴ്സ്, എക്സ്പീരിയൻസ് ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫൗണ്ടേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ അവരായിട്ടുള്ള നോളജ് ഷെയറിങ്ങുകൾ, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അപ്പൊ എത്രയും നമ്മൾ നല്ല രീതിയിൽ മാർക്കറ്റ് റിസർച്ച് നടത്തിയിട്ടുണ്ട്, എത്ര ക്ലാരിറ്റി ഉണ്ടാവും മാർക്കറ്റിനെ പറ്റി, ഇതൊക്കെയാണ് നമ്മളെ പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്യാനും പ്രൈസ് ചെയ്യാനും സസ്റ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുക. ഇത് ഭയങ്കര ക്രിട്ടിക്കലാണ്. എല്ലാവർക്കും ഞാൻ മനസ്സിലാക്കുന്നത് പെട്ടെന്ന് ഒരു സംഗതി ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ് പലവരും കാണുന്നത്. അതിന് പകരം ഒന്ന് വെയിറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടൊരു പോയിന്റിലേക്ക് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ കുറേയും കൂടി നമ്മുടെ ഫെയിലിയേഴ്സ് കുറഞ്ഞു കിട്ടും. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ ഈ ഐഡിയേഷൻ കഴിഞ്ഞ് MVP ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കമ്പനി ഫോർമേഷൻ ചെയ്യേണ്ട കാര്യമുണ്ടോ, അതോ MVP സക്സസ് ആയതിനു ശേഷം മാത്രം ഒരു കമ്പനി രജിസ്ട്രേഷനിലേക്ക് പോയാൽ മതിയോ? അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന കൺഫ്യൂസ്ഡ് ആയിട്ടൊരു ഏരിയയാണ്. സെക്കൻഡ് സെഗ്മെന്റിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുക ആദ്യം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കമ്പനി വേണ്ട. നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയും പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയും. നമ്മുടെ ഒരു ബിസിനസ്സിന് GST വേണമെങ്കിൽ, ട്രാൻസാക്ഷൻ ലിമിറ്റ് കൂടാണെങ്കിൽ ഒരു GST എടുക്കുക, ഒരു ലൈസൻസ്. എത്രയാണ് ട്രാൻസാക്ഷൻ ലിമിറ്റ്? നോർമലി GST വരുന്നത് സർവീസ് ആണെങ്കിൽ 20 lakhs പെർ ഇയറും, പ്രൊഡക്റ്റ് ആണെങ്കിൽ 40 lakhs മാത്രമാണ് വരുന്നത്. ഒരു ഇ-കോമേഴ്സ് ആണ്, ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും GST നമുക്ക് വേണം. അതായത് ഒരു ഇ-കൊമേഴ്സ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അത് 0 ട്രാൻസാക്ഷൻ ആണെങ്കിലും GST. അപ്പോൾ ഒരു ഇ-ലേണിംഗ് ബിസിനസ്സിനോ ഡെഫിനറ്റ് ആയിട്ട് വേണം. ഓൺലൈനിൽ നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ സെൽ ചെയ്യുകയാണെങ്കിൽ GST മാൻഡേറ്ററി. അത് ടേൺ ഓവർ ബേസ്ഡ് അല്ല, ഇറസ്പെക്റ്റീവ് ഓഫ് ടേൺ ഓവർ ആണ് വരുന്നത്. അപ്പൊ ആദ്യം നമ്മുടെ MVP-നെ കൊണ്ടുവന്ന് ഈ ലൈസൻസ് മാത്രം എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് ഒരു മാർക്കറ്റ് ട്രാക്ഷൻ ഫിറ്റ് ആയി നമ്മൾ എലിജിബിൾ ടു മാർക്കറ്റ് എന്ന് ഉറപ്പായതിനു ശേഷം ഒരു കമ്പനി ഫോം ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ചോദിക്കും ബാക്ക് എൻഡിലുള്ള ട്രാക്കുകൾ, എന്റെ ഹിസ്റ്ററി എന്ത് ചെയ്യാൻ പറ്റും? അതിന് ടേക്ക് ഓവർ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഒരു കമ്പനി നമ്മൾ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസിനെ നമ്മൾ ബിസിനസ് പർച്ചേസ് ചെയ്യുക എന്ന് പറയും. ടേക്ക് ഓവറിലൂടെ ആ ട്രാക്ഷനെ ഒരു പരിധി വരെ, 100% അല്ല ഞാൻ പറയുന്നത്, ഒരു പരിധി വരെ ആ ലൈസൻസുകളെല്ലാം ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമുക്ക് മെയിൻ്റെനൻസ് കോസ്റ്റ് എന്ന് പറയുന്ന കമ്പനി ഫോം ചെയ്യുക അല്ലെങ്കിൽ LLP ഫോം ചെയ്യുക വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്. അപ്പൊ എപ്പോഴും റൈറ്റ് ബിസിനസ് സ്ട്രക്ചർ, അതായത് കമ്പനിയിലേക്ക് വരുമ്പോൾ നിങ്ങളൊരു വിഷൻ നെക്സ്റ്റ് ഒരു 5 to 10 year നോക്കിയിട്ട് വേണം ഏത് സ്ട്രക്ചർ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട്. ആദ്യം പറഞ്ഞ പോലെ ഒരു പ്രൊപ്രൈറ്റർഷിപ്പ് മാത്രം മതി. അതിലൂടെ പ്രൊഡക്റ്റ് ഫിറ്റും മാർക്കറ്റ് ഫിറ്റുമായിട്ട് നമുക്ക് 3 ഓപ്ഷൻസ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. കമ്പനി, LLP, പാർട്ണർഷിപ്പ്. ഈ 3-ൽ ഏത് വേണമെന്ന് നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാനായിട്ട്. പക്ഷെ ഒരു സ്റ്റാർട്ടപ്പിന്റെ ലോങ് ടേം വിഷൻ നോക്കുമ്പോൾ പൊതുവെ റെക്കമെൻഡഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണല്ലോ. ഡെഫിനറ്റ് ആയിട്ട്. പക്ഷെ അത് നമുക്ക് പിന്നീട് അത് ഈ പറഞ്ഞ പോലെ അക്വിസിഷനോ അല്ലെങ്കിൽ കൺവേർഷനോ പോസിബിൾ ആണോ?
പോസിബിൾ ആണ്. ഈ OPC മോഡലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കമ്പനി അതും ഒരു പ്രൈവറ്റ് ലിമിറ്റഡും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ എന്നാണ് കേൾക്കുന്നത്. അതും പക്ഷേ ഇൻവെസ്റ്റബിൾ ആണോ ഈ OPC ആയിരിക്കും? അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. OPC അതായത് സിംഗിൾ പേഴ്സൺ കമ്പനി തന്നെയാണ്, അത് പ്രൈവറ്റ് ലിമിറ്റഡ് അണ്ടറിൽ വരുന്ന ഒരു മോഡൽ തന്നെയാണ്. അണ്ടറിൽ വരുന്ന ഒരു മോഡൽ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓരോ മോഡലിനെ കുറിച്ച് എനിക്ക് അറിയേണ്ടത്, സ്റ്റാർട്ടിംഗ് ടൈമിൽ വി ക്യാൻ ആക്ട് ലൈക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അത് കഴിഞ്ഞ് വി ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഈസ് ഗുഡ്, മാർക്കറ്റ് ഈസ് ഓപ്പൺ ഫോർ ഇറ്റ്. ആ ഒരു ടൈമിൽ നമ്മൾ ഫോർമേഷനിലേക്ക് പോകും. ഈ ഫോർമേഷനിൽ നമുക്ക് 3 ചോയ്സ് ആണുള്ളത്. പ്രൈമറിലി പ്രൈവറ്റ് ലിമിറ്റഡ്, LLP ആൻഡ് നോർമൽ പ്രൈവറ്റ് ഫേം. സോ ഇതിനകത്ത് ഇപ്പൊ ലോങ് ടേം വിഷൻ, അഗൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പിന്നീട് നോക്കാം എന്ന് പറയുന്ന ഒരാൾക്ക് ആദ്യം LLP ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 3 മോഡലിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇപ്പൊ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, നമ്മളെ ബൂട്ട് സ്ട്രാപ്പ് ചെയ്ത് ഒരു ഫാമിലി ബിസിനസ് മോഡലായിട്ടുള്ള സ്റ്റാർട്ടപ്പ് ആണ്, ഫാമിലി ഫ്രണ്ട്സ്, നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു മോഡൽ മതി എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇപ്പൊ സ്റ്റാർട്ടപ്പിന്റെ ടാക്സേഷൻ വേണ്ട, ഗ്രാൻസ് കാര്യമായിട്ടൊന്നും വേണ്ട, ഞങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ആണെന്ന് റെക്കഗ്നൈസ് ചെയ്താൽ മതി, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിൽ നിന്ന് മാത്രം ഫണ്ട് എടുത്തുകൊണ്ട് നമ്മുടെ മാത്രം സർക്കിളിൽ നിൽക്കുന്ന ഒരു ബിസിനസ് മോഡൽ ആണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള രജിസ്റ്റേർഡ് പാർട്ണർഷിപ്പിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. കൊച്ചിയിൽ തന്നെ 300-400 കോടി ടേൺ ഓവർ ചെയ്യുന്ന അടിപൊളി പാർട്ണർഷിപ്പ് ബിസിനസ്സുകളുണ്ട്. അപ്പൊ നമ്മുടെ വിഷനാണ് അവിടെ ഡിഫൈൻ ചെയ്യുന്നത്. കൺവേർഷൻ പോസിബിൾ ആണ്. ഈ പാർട്ണർഷിപ്പിനെ LLP ആയിട്ടും കമ്പനി ആയിട്ടും മാറ്റാനുള്ള എല്ലാ ഓപ്ഷൻസും നമുക്കുണ്ട്. അവിടെ പ്രോബ്ലം എന്ന് പറയുന്നത് റീസ്ട്രക്ചേർഡ് ബിസിനസ്സുകൾക്ക് സ്റ്റാർട്ടപ്പ് ബെനിഫിറ്റ്സ് കിട്ടില്ല. അതായത് ഒരു പാർട്ണർഷിപ്പിനെ കൺവേർട്ട് ചെയ്ത് പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കുകയോ LLPനെ കൺവേർട്ട് ചെയ്ത് പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കിയാൽ ഒരിക്കലും സ്റ്റാർട്ടപ്പിന് കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്, അത് അവൈൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഭാവിയിൽ നമുക്ക് ലിസ്റ്റിംഗ് ചെയ്യണമെങ്കിൽ തന്നെ ഈ പാർട്ണർഷിപ്പിനെ വെച്ചുകൊണ്ട് കൺവേർട്ട് ചെയ്ത് കമ്പനിയാക്കി മാറ്റി ലിസ്റ്റ് ചെയ്യാനൊക്കെ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതാണ് വിഷൻ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ വിഷൻ ആണെങ്കിൽ പാർട്ണർഷിപ്പിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. വളരെ ഈസിയാണ്, വളരെ മെയിൻ്റെനൻസ് ഫ്രീ ആണ്. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഒരു നാരോ സർക്കിളിൽ കൊണ്ടുപോകാനായിട്ട് ഈ ബിസിനസ് മോഡൽ നല്ലതാണ്. ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് വരാണെങ്കിൽ ഏറ്റവും നല്ലൊരു സ്ട്രക്ചർ, അതായത് സ്ട്രക്ചറും ഗവർണൻസും അല്ലെങ്കിൽ കുറച്ചും കൂടി റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു മോഡലാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. കാരണം ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓരോ ഫണ്ടിനും അല്ലെങ്കിൽ ഓരോ റെസിപ്റ്റിനും പേയ്മെന്റിനും കൃത്യമായി ഓഡിറ്റ് ചെയ്യണം, കൃത്യമായ കംപ്ലൈൻസ് ഉണ്ട്, കൃത്യമായ മെയിൻ്റെനൻസ് കാര്യങ്ങളുണ്ട്, കുറെ കൂടി ട്രാക്ഷൻ ഉള്ളതാണ്, വിസിബിലിറ്റി ഉള്ളതാണ്. പക്ഷെ മെയിൻ്റെനൻസ് കോസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ കുറച്ച് കൂടുതലാണ്. പക്ഷെ നമ്മളൊരു ഫണ്ടിങ് മൾട്ടിപ്പിൾ റൗണ്ട് ഫണ്ട് റേസ് ചെയ്ത് മുന്നോട്ട് സ്കെയിൽ ചെയ്ത് പോകണം എന്നൊരു വിഷൻ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വേണം. അത് പറയുന്നത് ഗവൺമെന്റ് തന്നെ പല ഗ്രാൻസുകൾ നമുക്ക് വരുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഐഡിയ ഗ്രാന്റ് മുതൽ സീഡ് ഫണ്ട് വരെ. എന്തൊക്കെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് ഉള്ള ഗ്രാന്റുകൾ? നോർമലി കേരളത്തിന്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഒരു ഐഡിയ ഗ്രാൻസ് ഒരു 1 lakh മുതൽ 15 lakhs വരെയുള്ള മൾട്ടിപ്പിൾ ഗ്രാൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു ഐഡിയ ഗ്രാൻഡ് ഒരു 1 lakh തുടങ്ങിയിട്ട് 3 lakhs വരെയും, ഒരു പ്രൊഡക്റ്റ് ഗ്രാൻഡ് ആയിട്ട് 5 lakhs to 7 lakhs വരെയും, മാർക്കറ്റിംഗ് ആൻഡ് സ്കെയിൽ അപ്പ് ഗ്രാൻഡ് ആയിട്ട് 15 lakhs വരെയും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ സീഡ് ഫണ്ടിങ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ഏരിയ ഉണ്ട്. നമ്മൾ എലിജിബിൾ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ 50 ലക്ഷം വരെ നമുക്ക് കൊളാറ്ററൽ ഫ്രീ ആയിട്ട് ലോൺ ആയിട്ടോ 15 ലക്ഷം വരെ ഗ്രാൻഡ് ആയിട്ടോ അല്ലെങ്കിൽ കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്ന് പറയും, ഇക്വിറ്റി എടുത്തുകൊണ്ടുള്ള മോഡൽ സീഡ് ഫണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമുക്ക് നൽകുന്നുണ്ട്. അതിലൊരു 100-ൽ നമ്മളൊരു കൺവേർഷൻ പറയുകയാണെങ്കിൽ 100-ൽ 5 മുതൽ 10 പേർക്ക് വരെ ഈ സംഗതി കിട്ടുന്നുണ്ട്. അതിന് നിർബന്ധമായും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി വേണം. ഇതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിലെ ഒരു പ്രമുഖ സ്റ്റാർട്ടപ്പ്, പേര് ഡിസ്ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അവർ ഇതുവരെ റേസ് ചെയ്തേക്കുന്നത് 3 കോടി രൂപ ഗ്രാൻഡ് മാത്രമാണ്. 1 രൂപ പോലും ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്യാതെ അവരുടെ സെഗ്മെന്റും അവർ അഗ്രി ടെക് ബിസിനസ് ആണ് അവർ ചെയ്യുന്നത്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഇൻക്യുബേറ്റേഴ്സ് ഇന്ത്യക്ക് വെളിയിലും പുറത്തും അതേപോലെ കേരളത്തിന് പല സ്ഥലത്തും ഉണ്ട്. ഇവരിൽ നിന്ന് ഗ്രാൻഡുകളും കോമ്പറ്റീഷനുകളും നമ്മൾ വിൻ ചെയ്ത് ഈ മണി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള നമ്മുടെ സർവൈവൽ മീറ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഗ്രാൻഡ്സ്, സ്കീംസ്, ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് മണീസ് നമ്മൾ അവൈൽ ചെയ്യാൻ പറ്റിയാൽ, അതൊരു ബൈറാക്ക് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഉണ്ട്, അവരൊക്കെ 50 lakhs വരെയാണ് നമുക്ക് ഗ്രാൻഡ് തരണം. ഇത് ഈ ഇടയ്ക്ക് ഇന്ത്യക്ക് വെളിയിൽ ഇപ്പോൾ ഇൻക്യുബേറ്റർ അസർബൈജാനിൽ കൊണ്ടുപോയിട്ട് അവർക്ക് 50 lakhs ആണ് കൊടുത്തത്. അപ്പോൾ പല കൺട്രീസിലും ഇത് അവൈലബിൾ ആണ്. US ഒരുപാട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളിതൊക്കെ സെർച്ച് ചെയ്യണം. ഇതാരും നമ്മളിലേക്ക് എത്തുന്ന കാര്യങ്ങളല്ല. നമ്മൾ എഫക്റ്റീവായിട്ട് നമ്മുടെ സെഗ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏത് ഗ്രാൻഡ്, ഏത് ഇൻക്യുബേറ്റർ എന്ന് നമ്മൾ കണ്ടെത്തുകയും അൾട്ടിമേറ്റ്ലി നമ്മുടെ പ്രൊഡക്റ്റ് ഫിറ്റ് ആവണം. ഫിറ്റ് ആവണം. ഈ പറയുന്ന ഇൻക്യുബേറ്ററുടെയും ആക്സിലേറ്ററുടെയും എലിജിബിലിറ്റിക്കും കൂടി മീറ്റ് ആയിരിക്കണം. നമ്മൾ സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് മാത്രം ഈ ഗ്രാൻഡ് ഒരിക്കലും നമുക്ക് കിട്ടില്ല. ഈ ഗ്രാൻഡും സീഡ് മണി ഉപയോഗിച്ചാൽ തന്നെ ഒരു പരിധി വരെ നമ്മുടെ കുറെ കാര്യങ്ങൾ, ഒരു സ്കെയിലപ്പ് വരെയുള്ള എല്ലാ ഫണ്ടും നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് നിർബന്ധമായ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്ന മോഡലിൽ മാത്രമേ ഈ പറയുന്ന ഗ്രാൻഡ് അവൈലബിൾ ആവൂ. ഇനി ഒരു മോഡൽ കൂടി ബാക്കിയുണ്ട്, LLP. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെയും പാർട്ണർഷിപ്പിന്റെ മിക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ LLP എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത് ഇല്ലീഗലാണ്.
ഒരിക്കലും മൾട്ടിപ്പിൾ ആയിട്ട് ആളുകളുടെ അടുത്ത് നിന്ന് ഷെയർ കൊടുക്കാതെയോ സെയിലിന് അഗെയിൻസ്റ്റോ അല്ലാതെ പൈസ വാങ്ങാനായിട്ട് പറ്റില്ല. ഈ LLP എന്ന് പറയുന്ന ബിസിനസ് മോഡലിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് അൺലിമിറ്റഡ് ആണ് ആസ് ഓഫ് നൗ. ഒരു പ്രൈവറ്റ് കമ്പനിയിൽ 200 പേരെ കൂടുതൽ ഒരിക്കലും മെമ്പേഴ്സ് ആയിട്ട് നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മളൊരു ഫാമിലി അല്ലെങ്കിൽ സർക്കിൾ, ഈ ഇടയ്ക്ക് നമ്മൾ LLP ഒരു അസോസിയേഷൻ ആണ്, ഒരു 300 NRIs കൂടിയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ എല്ലാവരും 25 lakhs വെച്ച് ഇത്രയും വലിയ ഫണ്ട് കൊണ്ടുവരണമെങ്കിൽ LLP എന്ന് പറയുന്ന മോഡൽ എഫക്റ്റീവ് ആണ്. സ്റ്റാർട്ടപ്പ് പോയിന്റ് ഓഫ് വ്യൂ LLP എന്ന് പറയുന്ന മോഡൽ അത്ര സജസ്റ്റ് ചെയ്യുന്ന മോഡൽ അല്ല. സബ്ജക്ട് ടു നമുക്കൊരു ഏർലി സ്റ്റേജിൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഗ്രാജുവലി അതിനെ നിർബന്ധമായി കൺവേർട്ട് ചെയ്യരുത്, ടേക്ക് ഓവർ ചെയ്യണം. അതായത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ കൊണ്ട് ഈ എക്സിസ്റ്റിംഗ് LLPയുടെ ബിസിനസിനെ പർച്ചേസ് ചെയ്യാന്ന് പറയും. ആ മെത്തേഡ് ചെയ്താൽ മാത്രമാണ് നാളെ നമ്മൾ ആ കമ്പനിക്ക് ബെനിഫിറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. പക്ഷെ നാടൻ അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകൾക്ക് പാർട്ണർഷിപ്പിനേക്കാളും നല്ലത് LLP ആണ്. അതായത് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു പോയിന്റും കൂടി വരുന്നുണ്ട്. അതായത് ഒരു ബിസിനസ് ഉണ്ടാക്കുന്ന ലോസ് ആ ബിസിനസ്സിൽ തന്നെ നിൽക്കും. ബിസിനസ് വേറെ നമ്മൾ വേറെ എന്ന് പറയുന്ന ഒരു ക്ലോസ് ആണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയും. ഒരിക്കലും പേഴ്സണൽ ആയിട്ടുള്ള ലയബിലിറ്റിയിലേക്ക് ആ പൈസ വരില്ല. ഒരു പാർട്ണർഷിപ്പ് ആണെങ്കിൽ ഒരു പേഴ്സണൽ ലയബിലിറ്റിയും കൂടി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് ഒരു സെയിം വിത്ത് പ്രൈവറ്റ് ലിമിറ്റഡ്. പക്ഷെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഈവൻ LLPയിൽ നമുക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് കോൺട്രിബ്യൂഷൻ എന്ന് പറയും. ഒരു കമ്പനിയിൽ നമ്മൾ എത്ര രൂപയാണോ ക്യാപിറ്റൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ പുറത്താണ് നമുക്ക് കൺട്രോൾസും ഷെയർ ഹോൾഡിംഗും നമുക്ക് കിട്ടുക. LLPയിൽ വേണമെങ്കിൽ ഐഡിയ മാത്രം വെച്ചിട്ട് നമുക്ക് 90% ഷെയർ ഹോൾഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഓഫ് ഓപ്പറേഷൻസ് LLPയിൽ കുറച്ചും കൂടി. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ. അതായത് പ്രൈവറ്റ് ലിമിറ്റഡിൽ നമുക്ക് ഷെയർ ഡിസ്ട്രിബ്യൂഷൻ ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് റേസ്ഡ് അല്ലെ, അത് ബാങ്കിൽ വന്നിട്ടുള്ള എമൗണ്ടിന്റെ ക്യാപിറ്റലിന്റെ കോൺട്രിബ്യൂഷൻ ബേസ് ചെയ്തിട്ടാണ്. അതിന്റെ മേളിൽ മാത്രമാണ് കാൽക്കുലേഷൻ പ്രൈവറ്റ് ലിമിറ്റഡില്. പക്ഷെ LLPയിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം ഇത് പലപ്പോഴും പല കമ്പനിയും ഈവൻ പൊതുവെ സ്റ്റാർട്ടപ്സ് കണ്ടുവരുന്ന അവര് സ്വന്തമായിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് ഐഡിയ കൊണ്ടുവരുന്ന ആള് മേജർ സ്റ്റേക്ക് എടുക്കുന്നു അല്ലെ, അങ്ങനെ പേരിനൊരു മറ്റൊരു പാർട്ട്ണറെ നിർത്തുന്നു. അപ്പൊ ഇത് പലപ്പോഴും പിന്നീടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഇതിന്റെ ലീഗൽ വരുമ്പോൾ ചിലപ്പോ അക്കൗണ്ട് തന്നെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫണ്ട്. ഇനി ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ, ഒരു സ്റ്റാർട്ടപ്പിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഐഡിയനെ പറ്റി പറഞ്ഞു, സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞു, ഒരു കോ ഫൗണ്ടിങ് ടീം, അതാണ് ഏറ്റവും ക്രക്സ് ആയിട്ടുള്ള ഒരു മോഡൽ. സ്റ്റാർട്ടപ്പ് MSME തമ്മിലുള്ള വ്യത്യാസം. എനിക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ചെറിയൊരു ബിസിനസ് സ്ഥാപനം നടത്താം. സ്കെയിൽ ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ ക്യാരക്ടറുള്ള മൾട്ടിപ്പിൾ എക്സ്പെർട്ടൈസ് ഉള്ള ആളുകൾ നമ്മുടെ കൂടെ വേണം. ഇപ്പോൾ ഒരു SaaS ബേസ്ഡ് പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഞാനാണ് CEO എന്നുണ്ടെങ്കിൽ ഒരു നിർബന്ധമായ CTO, ഡെവലപ്പ് ചെയ്യാനും സ്ട്രോങ് ടെക്നിക്കൽ നോളജ് ഉള്ള CTO നമുക്ക് വേണം. ഈ ആളുണ്ടായാൽ മാത്രം ഒരു CMO കൂടി വേണം. നെക്സ്റ്റ് ലെവലിലേക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യും, സ്കെയിൽ ചെയ്യും എന്ന് പറയുന്നത് ഈ 3 പേരുടെ ബ്ലെൻഡ് ആണ് ഒരു ബിസിനസിന്റെ ബേസ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഫൗണ്ടേഴ്സ് ആരാണെന്ന് ഡിഫൈൻ ചെയ്യണം. ഇവർ തമ്മിലുള്ള ധാരണ, അതിനാണ് വേറെ ടെക്നിക്കലി നമ്മൾ പറയാം ഫൗണ്ടേഴ്സ് എഗ്രിമെന്റ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് എഗ്രിമെന്റ് എന്ന് പറയും. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും വളരെ ഹാപ്പി ആയിരിക്കും, കാരണം പൈസ ഇല്ല, ലോസ് ആണ്. പക്ഷെ ഗ്രോത്ത് വന്നു കഴിയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ക്യാരക്ടർ മാറാം, പ്രോബ്ലംസ് വരാം. അപ്പൊ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യുന്നത് എക്സിറ്റ് ആണ്. നമ്മൾ ടെക്നിക്കലി പറയാം എക്സിറ്റ് ഡിഫൈൻ ചെയ്യുക. നാളെ ഞാൻ എങ്ങനെ ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം, എന്റെ റോൾസ് എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്, റിവാർഡ്സ് എന്താണ്. ഇതിനെ ടെക്നിക്കലി നമ്മുടെ ബൈലോയിലേക്ക് കൊണ്ടുവന്ന് സെപ്പറേറ്റ് ഡോക്യുമെന്റ് ആയിട്ട് കൊണ്ടുവന്നാൽ നാളെ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്ത് ആയിരിക്കും. നാളെ ഒരാളുടെ അക്വിസിഷൻ വന്നു, ഒരാൾക്ക് പോകണം, ഒരാൾക്ക് പോകണ്ട, അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ നാളെ എനിക്ക് വേറെ ജോബ് കിട്ടി, എനിക്ക് നിർത്തി പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രൊഫഷണൽ ഇൻവെസ്റ്റർ ഒരു സ്റ്റാർട്ടപ്പിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നോക്കുക, ഐഡിയയും ടീമും നോക്കിയാൽ നിങ്ങളുടെ ഒരു MOU, അതിനാണ് ഷെയർ ഹോൾഡേഴ്സ് എഗ്രിമെന്റ് എന്ന് പറയാം. ഇതാണ് ഫസ്റ്റ് നമ്മൾ നോക്കുക. ഈ ഒരു ലീഗൽ ഡോക്യുമെന്റേഷൻ ഒരു 99% സ്റ്റാർട്ടപ്സും ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ കണ്ടേക്കുന്ന ഫെയിലിയർ റേറ്റിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം ഈ കോ ഫൗണ്ടേഴ്സ് തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സും അവരുടെ ആ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻസും ആണ്. പലപ്പോഴും എന്റെ ഐഡിയ ആയിരിക്കാം, പക്ഷെ വേറൊരു ആളും കൂടി വരുമ്പോഴാണ് ആ ഐഡിയനെ കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ കൃത്യമായി ഐഡിയ ആരുടേതാണ്, ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്ത്, ആരാണ് ഫൈനലൈസ് ചെയ്ത്, ഈ കാര്യങ്ങളെല്ലാം ഒരു ഡോക്യുമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെ പോവില്ല ഈ ബിസിനസ് ചെയ്യുമ്പോൾ. ഇത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന പ്രൊഫഷണലി വൈ കോമ്പിനേറ്റർ അടക്കം സജസ്റ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സ് എഗ്രിമെന്റ് അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് എഗ്രിമെന്റ്. അത് വളരെയധികം അത്യാവശ്യമാണ്. ഇത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ഡോക്യുമെന്റും കൂടിയിട്ടാണ്. പക്ഷെ അപ്പോഴും അവരുടെ ഷെയർ ഹോൾഡിംഗ് ഈസ് ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അതെ. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു പ്രസക്തി? അല്ല, ഫൗണ്ടേഴ്സ് തമ്മിൽ വരുന്ന സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന്റെ ബേസിലാണ് വരാം. കാരണം ഇനീഷ്യലി എന്താ പറയുന്നത്, ഒരു 1 lakh ക്യാപിറ്റലോ 10 lakh ക്യാപിറ്റൽ 10,000 rupees ഉണ്ടാവുള്ളൂ നമ്മുടെ ക്യാപിറ്റലായിട്ട്. അപ്പൊ നമുക്ക് മിനിമലിസ്റ്റിക് ആയിട്ട് 40-30 ഒക്കെ നമുക്ക് ഷെയർ ചെയ്ത് പോകാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ്, അതായത് എന്റെ ഐഡിയ നമ്മുടെ 3 പേരുടെയും കൂടി നമ്മുടെ ഐഡിയ ഉണ്ട്, ആ ഐഡിയ പ്രൊഡക്റ്റ് ആക്കി മാറ്റി സ്കെയിൽ ചെയ്യാൻ പൈസ ഇല്ല. അവിടെയാണ് ഫണ്ടിങ് എന്ന് പറയുന്നതിന്റെ ബ്യൂട്ടി
സ്റ്റാർട്ടപ്സിൽ വരുന്നത്. ആ ഐഡിയയ്ക്കുള്ള ഒരു ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജിയും ഒരു കസ്റ്റമർ അക്വിസിഷൻ പ്ലാനും വളരെ ക്ലിയർ ആണ്. പ്രൊഡക്റ്റ് ഓക്കെയാണ്, ടീം ഓക്കെ ആണെങ്കിൽ ഒരാൾ നമ്മളിലേക്ക് വരും. അപ്പൊ നമ്മുടെ ഐഡിയനെയും നമ്മുടെ നെക്സ്റ്റ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ബിസിനസിന്റെ ഗ്രോത്തിനെയാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത്. ഇപ്പൊ എന്റെ ഐഡിയക്ക് ഒരു 10 കോടി രൂപയുണ്ട്, നമ്മുടെ ബിസിനസിന്റെ വാല്യൂ ചെയ്യാണ്. അതിലേക്ക് 1 കോടി രൂപ കൊണ്ടു വന്നാൽ നമ്മൾ 10% കൊടുക്കുള്ളൂ എന്ന് നമ്മൾ തീരുമാനിക്കണം. എഗ്രി ചെയ്യിക്കണം. അതിന് നിർബന്ധമായും സ്ട്രോങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വേണം, നല്ലൊരു ബിസിനസ് പ്ലാൻ വേണം, അതേപോലെ നല്ല സ്റ്റോറി കൂടി വേണം. കാരണം അൾട്ടിമേറ്റ്ലി സ്റ്റാർട്ടപ്പിൽ ഒരു ആർട്ട് ഓഫ് സ്റ്റോറി മേക്കിംഗ് എന്ന് നമ്മൾ പറയും. ഈ 3-4 കാര്യങ്ങളും കൂടി വരുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ഇൻവെസ്റ്ററെ കൺവിൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്ക് അടുത്തേക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോയിന്റ്, ആ വാല്യൂവിലേക്ക് കൃത്യമായിട്ടുള്ള പ്രോഫിറ്റും ടേൺ ഓവറും ഭാവിയിലേക്ക് എത്തിയാലാണ് ഈ പറയുന്ന ഡീലുകളെല്ലാം നമുക്ക് നടത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇതിനകത്ത് ഒരു ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി പലപ്പോഴും ഇല്ലാതെയാണ്, അതായത് ഇന്ന് പ്രോഡക്റ്റ് റെഡിയാണെങ്കിൽ നാളെ തൊട്ട് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്? അത് എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം സ്റ്റോറി ഇടും, പോസ്റ്റ് ഇടും, ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കും, എടാ നോക്കടാ എന്റെ പ്രൊഡക്റ്റ് ആണ്, നല്ല പ്രൊഡക്റ്റ് ആണ്. പക്ഷെ നല്ല കമ്പനികൾ ഇതിന് ഒരു GTM പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് വരും. ആദ്യം ബ്രാൻഡിങ് പെർസ്പെക്റ്റീവിൽ വർക്ക് ചെയ്ത് ട്രസ്റ്റ് ബിൽഡിംഗ് പെർസ്പെക്റ്റീവിൽ കുറച്ച് റിവ്യൂസ് കൊണ്ടുവന്ന് എന്നിട്ട് വൈഡ് മാർക്കറ്റിംഗിലേക്ക് പോകും. എന്താണ് ശരിക്കും ഒരു ഐഡിയൽ ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി? നമ്മൾ സ്റ്റാർട്ടപ്പ് പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ അതൊരു പേഴ്സണൽ ബ്രാൻഡിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ഒരു ഫൗണ്ടേഴ്സിന്റെ ഒരാൾ എപ്പോഴും ഒരു പേഴ്സണൽ ബ്രാൻഡായിട്ട് അതിന്റെ ഫേസ് ആയിട്ട് നിൽക്കണം. ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ തുടങ്ങി ഇപ്പൊ നമ്മളുടെ ബിസിനസിനെ പറ്റി സംസാരിക്കാൻ പറ്റുന്ന ഒരു 100 പേര് അല്ലെങ്കിൽ 1000 പേരെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ആദ്യത്തെ ഒരു ടാസ്ക് വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ കൺസർവേറ്റീവ് ആയിട്ട് വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് എപ്പോഴും നല്ലത്. കാരണം ഏറ്റവും കൂടുതൽ ക്യാഷ് ബേണിംഗ് അല്ലെങ്കിൽ ബ്ലീഡിംഗ് എന്ന് പറയുന്ന സെഗ്മെന്റ് നടക്കുന്ന ഒരു ഏരിയ ആണ് മാർക്കറ്റിംഗ്. അപ്പൊ നമ്മുടെ കസ്റ്റമർ ബേസ് എവിടെയാണ്, ടാർഗറ്റ് പീപ്പിൾ എവിടെയാണെന്ന് മനസ്സിലാക്കി ഈ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് എങ്ങനെ മിനിമലിസ്റ്റിക് ആക്കാം, ഒപ്റ്റിമം ആക്കാം എന്ന് പറയുന്ന ലെവലിൽ ചിന്തിച്ചുകൊണ്ട് ഒരു ഫൈനാൻഷ്യൽ പ്ലാൻ കൂടി ക്രിയേറ്റ് ചെയ്ത് ഏത് മീഡിയമാണ് ഇപ്പൊ എന്റെ ഒരു കസ്റ്റമർ ബേസ് നോക്കുമ്പോൾ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായിരിക്കില്ല, അവർ ലിങ്ക്ഡിനിൽ മാത്രമായിരിക്കും. അത് കൃത്യമായിട്ടൊരു എക്സ്പേർട്ട് അഡ്വൈസ് അവിടെ വേണം. കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കി ഇന്റേണലി ചെയ്ത് പയ്യെ ഇപ്പൊ ചെറിയ രീതിയിലേക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. അതിനെപ്പോഴും ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുക ഒരു പ്രൊഫഷണൽ അഡ്വൈസ് അവിടെ നിർബന്ധമായിട്ട് വേണം. കാരണം മിക്ക ഫൗണ്ടേഴ്സും വെരി മച്ച് ഗുഡ് ഇൻ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആയിരിക്കും, പക്ഷെ സെല് ചെയ്യാനായിട്ട് എക്സ്പെർട്ട് ഗൈഡൻസ് നമുക്ക് വേണം. അപ്പൊ അതിലേക്ക് പതുക്കെ സ്ലോ ആയിട്ട് കൊണ്ടുവന്ന്, കാരണം ക്യാഷ് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു സെഗ്മെന്റ് ആണ് വരുന്നത്, അതിലേക്ക് പതുക്കെ കൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പയ്യെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒറ്റയടിക്ക് ഒരാൾക്കും വലിയൊരു കസ്റ്റമർ ബേസ് ഉണ്ടാക്കാൻ പറ്റില്ല. ഈ ടെസ്റ്റിമോണിയൽസും റെഫറൽസും ആണ് എല്ലാ ബിസിനസിന്റെയും ഒരു ബേസ് എന്ന് പറയുന്നത്. പ്ലസ് കൃത്യമായിട്ടുള്ള ഒരു ടാർഗറ്റ് മാർക്കറ്റിലേക്ക് എത്തുക, റിട്ടൈൻ ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക, അതും ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഈ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് പൊതുവെ നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെ ഒരു കാൽക്കുലേഷൻ തന്നെ ആൾക്കാർക്ക് ഇല്ല. ആക്ച്വലി കയ്യിൽ നിന്ന് കാശ് ഇറക്കുന്നു, കുറച്ച് കാശ് വരുന്നു, അതിൽ എത്ര ബാക്കിയുണ്ട് അത് കണക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും കമ്പനിയെ മുന്നോട്ട് ഫർദർ ഇൻവെസ്റ്റ്മെന്റ് റേസ് ചെയ്യാനോ ഈവൻ നെക്സ്റ്റ് ബാച്ച് പ്രൊഡക്ഷനിലേക്ക് പോലും നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതിനൊരു ബെഞ്ച് മാർക്ക് ഉണ്ടോ? മീൻസ് ഐഡിയലി ഇപ്പൊ പല പ്രൊഡക്റ്റിനും പല സർവീസിനും പല റേഞ്ച് ആയിരിക്കും. ഇപ്പോൾ സാസ് മോഡൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സബ്സ്ക്രിപ്ഷൻ ക്യാൻ ബി എൻറ്റയർലി കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്, കാരണം റീറ്റൻഷൻ അവർക്ക് ഉണ്ട്. അപ്പൊ അതിന് പൊതുവെ എന്തെങ്കിലും ഒരു സ്ലാബ് ഉണ്ടോ, ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടോ? നിങ്ങളുടെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ടോട്ടൽ പ്രൊഡക്റ്റ് പ്രൈസിന്റെ ഇത്ര പെർസെന്റേജിൽ നിൽക്കണം, അങ്ങനെ ഒരു കാൽക്കുലേഷൻ ഉണ്ടോ? സെഗ്മെന്റ് ബേസ്ഡ് ആണ്. നോർമലി പറയാം 10 to 30-40% വരെ നമുക്ക് ചില കേസുകളിൽ ചെയ്യാനായിട്ട് പറ്റും. പല ബിസിനസ് മോഡലും ഉണ്ട്, ഫ്രീമിയം മോഡൽ. അപ്പോൾ നമ്മൾ പല രീതിയിൽ നമ്മൾ യൂസർ ബേസ് ക്രിയേറ്റ് ചെയ്ത് പോകും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന കസ്റ്റമർ അക്വിസിഷൻ പെർ യൂണിറ്റ് പെർ സബ്സ്ക്രൈബർ എത്ര കിട്ടുമെന്ന ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഫണ്ട് റേസിംഗിന്റെ ക്രക്സ് എന്ന് പറയുന്നത് ഫണ്ട് യൂട്ടിലൈസേഷൻ പ്ലാൻ ആണ്. ഞാൻ നിങ്ങൾക്ക് 10 കോടി രൂപ തരുന്നു, അല്ലെങ്കിൽ 1 million rupees തരുന്നു. ഈ റുപ്പീസ് കൊണ്ട് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ഈ ബിസിനസിനെ നിങ്ങൾ കസ്റ്റമർ അക്വയർ ചെയ്ത് മാർക്കറ്റിലേക്ക് സ്കെയിൽ ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ടേൺ ഓവർ എത്തിക്കും. ഇതിന്റെ ക്ലാരിറ്റിയാണ്. അതിന് നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമർ അക്വിസിഷൻ എത്ര ലെവലിലേക്ക് ഒപ്റ്റിമം ആക്കാം. കാരണം ചില സെഗ്മെന്റിൽ ആദ്യം കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ഹൈ ആയിരിക്കും, നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. പക്ഷെ ഗ്രാജുവലി നമുക്ക് അതിനെ ഒപ്റ്റിമം ആയിട്ട് ഈ പറഞ്ഞ സ്ട്രാറ്റജി ബിൽഡപ്പ് ചെയ്താൽ ഒപ്റ്റിമം ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ റെക്കമെൻഡ് ചെയ്യുക 10 മുതൽ 40 വരെ ചില സെഗ്മെന്റിൽ നമുക്ക് അക്വിസിഷനിലേക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. ഈ കുറച്ച് വരണം ഗ്രാജുവലി. ഈ അക്വിസിഷൻ കോസ്റ്റും റീറ്റൻഷൻ കോസ്റ്റും പല ആൾക്കാരും ശ്രദ്ധിക്കാത്തൊരു മേഖലയാണ് കസ്റ്റമർ റീറ്റൻഷൻ. അക്വിസിഷനിലാണ് അവരുടെ
ഒരു ഫോക്കസ് ഉണ്ടാവും. പക്ഷെ കസ്റ്റമർ റീറ്റൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അക്വിസിഷൻ നീഡ് തന്നെ പലപ്പോഴും കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ റീറ്റൻഷന് നമുക്ക് എത്ര വരെ മാറ്റി വെക്കാനായിട്ട് പറ്റും? റീറ്റൻഷിപ്പിനെ പറ്റി മെയിൻ കൺസേൺ ആരും ഇതിനെപ്പറ്റി ബോധഡ് അല്ല എന്നുള്ളതാണ്. കാരണം ലീഡ് ക്യാമ്പയിൻസും പല സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യെങ്കിലും വന്ന ലീഡ്സിനെ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും വിട്ടുപോകുന്നൊരു പോയിന്റാണ്. ആ എഫക്റ്റീവ് ആയിട്ട് ചെയ്ത കാര്യങ്ങളെ ഒരു 10-15% വരെ നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം. അതിലേക്ക് പ്രോപ്പർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്താൽ ആ റീറ്റെയിനബിൾ കസ്റ്റമർ ബേസ് ആണ്. ഇപ്പൊ നമ്മളൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ സാസ് ആണെങ്കിൽ പുതിയ കസ്റ്റമർ ഉണ്ടാക്കാൻ എളുപ്പമാണ്. റീറ്റെയിനബിൾ കസ്റ്റമർ ബേസ് അല്ലെങ്കിൽ പഴയ ആൾക്കാർ തിരിച്ചു കൊണ്ടുവന്ന് നമ്മളിലേക്ക് യൂസ് ചെയ്യുക, അതിനാണ് ശരിക്കും പറഞ്ഞ വാല്യൂഷൻ കിട്ടുന്നത്, അല്ല പുതിയ യൂസേഴ്സിനല്ല. അപ്പൊ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന 10-15% വരെ വേണമെങ്കിൽ നമുക്ക് നല്ല ഒപ്റ്റിമം പ്ലാൻ ആണെങ്കിൽ നമുക്ക് അതിലേക്ക് മാറ്റി വെക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ സംസാരിച്ചു പോകുന്ന ഒരു ട്രാക്ക് കൃത്യമായി ശരിക്കും ബിസിനസ് പ്ലാനിന്റെ ബ്രേക്ക് ഡൗൺ തന്നെയാണ്. ശരിക്കും ഒരു ബിസിനസ് പ്ലാനിന്റെ എലമെന്റ്സ് എന്തൊക്കെയായിരിക്കണം? അത് എങ്ങനെയാണ് ഒരു ബിസിനസ് പ്ലാൻ വിത്ത് റെസ്പെക്ട് ടു ഇൻവെസ്റ്റ്മെന്റ് റേസിംഗ് വരെ, അല്ലെങ്കിൽ അതിനുശേഷം അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കണം ഒരു ഐഡിയൽ സ്റ്റാർട്ടപ്പ് ബിസിനസ് പ്ലാൻ? ഓക്കെ, നമ്മളൊരു ഫൈനാൻഷ്യൽ ബിസിനസ് പ്ലാനിന്റെ പെർസ്പെക്റ്റീവിലാണ് സംസാരിക്കുന്നത്. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സോഴ്സ് ഓഫ് ഫണ്ട് എന്നുള്ള ലെവലാണ്. ഒരു ഐഡിയ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെങ്കിൽ ഓൺ ഫണ്ട് എത്രയാണോ, നമ്മൾ എത്ര രൂപ അതിലേക്ക് കൈൻഡ് ആയിട്ട് ക്യാഷ് ആയിട്ട് എഫേർട്ട് ആയിട്ട് കൊണ്ടുവന്നു, അതാണ് ഫസ്റ്റ് വാലിഡേറ്റ് ചെയ്യേണ്ടത്. നമ്മളിടുന്ന എഫേർട്ടിനെ എങ്ങനെ വാല്യൂ ചെയ്യാൻ പറ്റും. നോർമലി വാല്യുവേഷൻ പെർസ്പെക്റ്റീവിൽ നമ്മൾ സ്വെറ്റ് ഇക്വിറ്റി അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ബ്രാൻഡിനെ നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റും നമ്മുടെ എഫേർട്ട് കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബ്രാൻഡ് കൊണ്ട്. ഇപ്പൊ നമ്മളൊരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രാൻഡാണ്, പുതിയൊരു പ്രൊജക്ട് അനൗൺസ് ചെയ്യുമ്പോൾ ആ ബ്രാൻഡിന്റെ പേര് കൊണ്ട് മാത്രം എത്ര റവന്യൂ അഷ്യൂർഡ് ആയിട്ട് വരും, ആ ബ്രാൻഡ് ലെഗസി കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള റവന്യൂ പ്രോഫിറ്റബിലിറ്റി, ഇതിന്റെ പുറത്ത് നമുക്ക് അതിന്റെ വാല്യൂ ചെയ്യാനായിട്ട് പറ്റും ബ്രാൻഡിനെ. അപ്പം നമ്മൾ പറയുന്നത് എത്ര ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, ഇൻവെസ്റ്റർ ഫണ്ടാണ് അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ട്, നമുക്ക് വാട്ട് എവർ മെത്തേഡിൽ അത് യൂസ് ചെയ്യാം. ഈ ഫണ്ട് എന്തിനൊക്കെയാണ് നമ്മൾ മാറ്റി വെക്കുന്നത്, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് എനിക്ക് ക്യാപെക്സിന് വേണ്ടിയിട്ട് എൻ്റെ സോഫ്റ്റ്വെയർ ആണെങ്കിൽ അതിന്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഇത്ര പൈസ, അതിന്റെ മാർക്കറ്റിംഗിന് വേണ്ടി ഇത്ര പൈസ, അതിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫൈനലി വിട്ടുപോകുന്ന ഏരിയ ആണ്. എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം റവന്യൂ ജനറേറ്റ് ചെയ്ത് സസ്റ്റെയിൻ ആവുന്ന വരെയുള്ള മിനിമം 6 months എന്നാണ് പറയാം, ഓപ്പറേഷനിലേക്കുള്ള ഒരു 3 months to അറ്റ്ലീസ്റ്റ് 9 months വരെയെങ്കിലും ഉള്ള വർക്കിംഗ് ക്യാപിറ്റൽ റിസർവ്, ഈ ഒരു പോയിന്റും കൂടിയാണ് നമ്മൾ മാറ്റി വെക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ക്ലാരിറ്റി കിട്ടിയാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ പ്രൊഡക്റ്റിലേക്ക് ഞാൻ ഈ ഫണ്ട് യൂസ് ചെയ്ത് തുടങ്ങി എന്ന് എന്റെ പ്രൊഡക്റ്റ് ഫുള്ളി മാർക്കറ്റ് ഫിറ്റ് ആവും. ചില പ്രൊഡക്റ്റ് ആയിന്ന് വരില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ന് മുതൽ എന്റെ റവന്യൂ സ്റ്റാർട്ട് ചെയ്യും. നമ്മളെല്ലാവരും പ്രൊജക്ഷൻ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡേ തുടങ്ങി വലിയൊരു ഫിഗർ ആണ് ചെയ്യുക. നമ്മൾ ഉണ്ടാക്കി നമ്മൾ പറയും കൃത്യമായി ആദ്യത്തെ പ്രൊഡക്റ്റിൽ 6 മാസം കഴിഞ്ഞിട്ടായിരിക്കാം 8 മാസം കഴിഞ്ഞിട്ടായിരിക്കാം ആളുകളിലേക്ക് എത്തുക. എത്ര പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തും, എത്ര രൂപയ്ക്ക് നമ്മൾ വിൽക്കും, എത്ര കോസ്റ്റ് വരുമെന്ന് വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഇൻകം അപ്രോച്ച് ആണ് വേണ്ടത്. അതായത് എല്ലാ പോസിബിൾ ആയിട്ടുള്ള എക്സ്പെൻസുകളെയും നമ്മൾ അവിടെ കൺസിഡർ ചെയ്യണം. ഇൻകം ആണെങ്കിൽ വളരെ കൺസർവേറ്റീവ് ആയിട്ട് പെർ ഡേ, പെർ വീക്ക്, പെർ മന്ത് എത്ര റവന്യൂ സ്ട്രീംസ് ഉണ്ടോ അതെല്ലാം കൺസർവേറ്റീവ് ആയി ചെയ്ത് എല്ലാ പ്രോബിലിറ്റി ഓഫ് ലോസും ഇനീഷ്യലി ചിലപ്പോൾ പ്രൊജക്റ്റ് കൺവേർട്ട് ആവണമെന്നില്ല, അതെല്ലാം വർക്ക്ഔട്ട് ചെയ്ത് എല്ലാ എക്സ്പെൻസുകളും വർക്ക്ഔട്ട് ചെയ്ത് വരുന്ന വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രോഫിറ്റബിലിറ്റിയുടെ ബേസ് ആയിരിക്കണം നമ്മുടെ ഫസ്റ്റ് ഇയർ പ്ലാൻ. നമ്മൾ 5 വർഷത്തേക്ക് പ്ലാൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാലും അടുത്ത 1 year നമ്മൾ എങ്ങനെ മനോഹരമായി ചെയ്യണോ അതിന്റെ പുറത്താണ് ബാക്കി എല്ലാം ഇരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് 6 monthsലേക്ക് പ്രോപ്പർലി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരിക്കലും അടുത്ത 4 വർഷത്തേക്ക് ചിന്തിക്കേണ്ട. അപ്പൊ ഈ ഒരു 12 monthsലേക്കുള്ള പ്ലാനാണ് ഇതിന്റെ എഫക്റ്റീവ് ആയിട്ട് വരുന്നത്. അതിനോട് കൂടെ ചേർന്നൊക്കെ 2 കാര്യം കൂടിയാണ്, ബ്രേക്ക് ഈവൻ പോയിന്റ് അല്ലെങ്കിൽ പേ ബാക്ക് പീരീഡ്. നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി വേണം, ഞാൻ എത്ര യൂണിറ്റ് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഒരാഴ്ചയിൽ വിൽക്കണം, എത്ര മാർജിനിൽ വിൽക്കണം, നമ്മുടെ സ്ട്രാറ്റജി എന്തായിരിക്കും, വോളിയം ബേസ്ഡ് ആണോ വാല്യൂ ബേസ്ഡ് ആണോ, അതേപോലെ കസ്റ്റമർ നമ്മുടെ എത്ര കസ്റ്റമറിന്റെ കോസ്റ്റും നമ്മുടെ എംപ്ലോയി കോസ്റ്റും അനലൈസ് ചെയ്യും. അതായത് നമ്മുടെ എഫിഷ്യന്റ് ആയിട്ട് നമ്മുടെ സ്റ്റാഫിനെയും സിസ്റ്റത്തിനെയും യൂസ് ചെയ്തുകൊണ്ട് ഒരു ബ്രേക്ക് ഈവൻ ആയിട്ടുള്ള യൂണിറ്റ്സും ഒരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും നമ്മൾ ഫിക്സ് ചെയ്യണം. പിന്നെ കോസ്റ്റിംഗ്, ഈ പറയുന്ന എല്ലാത്തിന്റെയും മിക്സ് ആണ് ശരിക്കും പറഞ്ഞ ഒരു ബിസിനസ് പ്ലാൻ. അൾട്ടിമേറ്റ്ലി ഞങ്ങൾ പറയാം 12 monthsന്റെ പ്ലാനാണ് ഏറ്റവും ക്ലാരിറ്റി ഉള്ള പ്ലാൻ. അത് ഫൗണ്ടർക്ക് പറയാൻ പറ്റണം, നിങ്ങളുടെ ഒരു കൺസൾട്ടന്റ് അല്ല ഉണ്ടാക്കി തരേണ്ടത്. ശരിക്കും ഈ ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു റെഫറൻസ് ബുക്കാണ്. നാളെ 6 months കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ എന്ത് ആന്റിസിപ്പേറ്റ് ചെയ്തോ എന്ത് പ്രൊജക്ട് ചെയ്തോ അത് എത്തിയോ അല്ലെങ്കിൽ എത്തിയില്ലെങ്കിൽ എന്തുകൊണ്ട്, ഈ ഒരു വേരിയൻസ്, ഈ ഒരു ഗ്യാപ്പ് അനലൈസ് ചെയ്യുന്ന പോയിന്റിലാണ് നമുക്ക് കുറെ കൂടി ക്ലാരിറ്റി ഉണ്ടായിരിക്കുക. പലപ്പോഴും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകും, നല്ല ഗ്രോത്തിൽ അങ്ങോട്ട്, പിന്നീടാണ് ബിസിനസ് പ്ലാനിനെ പറ്റിയും കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മുടെ സ്ട്രക്ചറിനോടൊപ്പം തന്നെ ഇതും ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറെ കൂടി
എഫക്റ്റീവ് ആണ്. ഫൈനലി ഒരു ഇൻവെസ്റ്റർ പൈസ അയച്ചു തന്നാൽ എല്ലാ മാസവും പുള്ളി ചോദിക്കുന്ന ഒരു പോയിന്റാണ് MIS, മന്ത്ലി പെർഫോമൻസ് റിപ്പോർട്ട്. എന്തായി ഇപ്പൊ നമ്മുടെ പെർഫോമൻസ്, എന്തൊക്കെയാണ് റിപ്പോർട്ട്സ്, നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഒരു ക്ലാരിറ്റി വേണം. അപ്പൊ നല്ലൊരു പ്ലാൻ നമുക്ക് ഉണ്ടെങ്കിൽ MIS കൊടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. ഇതാണ് അതിന്റെ ഒരു ബിസിനസ് പ്ലാനും പിച്ച് ഡെക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പിച്ച് ഡെക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ ഐഡിയനെ ഒരാളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തിട്ട് ഒരു ഇൻവെസ്റ്ററിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഐഡിയലി നമ്മൾ പറയും ഒരു 9 to 10 പേജസ് മാത്രമേ ഒരു ഇൻവെസ്റ്റർ പിച്ച് ഡെക്ക് ഉണ്ടാവാൻ പാടുള്ളൂ. അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പ്രോബ്ലം സൊല്യൂഷൻ മോഡൽ എന്നാണ്. നമ്മളൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ പിച്ച് ഡെക്കിൽ വരുന്നത്. അതായത് എന്താണ് നമ്മുടെ ഇൻഡസ്ട്രിയിലെ പ്രോബ്ലം, നമ്മൾ എന്ത് സൊല്യൂഷനാണ് നമ്മുടെ ബിസിനസ് അതിന് കൊടുക്കുന്നത്, നമ്മുടെ യൂണിക് സെല്ലിംഗ് പോയിന്റ് എന്താണ്, നമ്മുടെ സ്റ്റോറി എന്താണ്, നമ്മുടെ ഫീച്ചേഴ്സ് എന്താണ്, നമ്മുടെ കോമ്പറ്റീറ്ററിൽ നിന്ന് നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്താണ്, നമ്മൾ കമ്പയർ ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടത് മാർക്കറ്റ്, നമുക്ക് എന്തോരം ഗ്ലോബൽ മാർക്കറ്റ് ഉണ്ട്, ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ട്, അതേപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്കറ്റിൽ എന്തോരം പെർസെൻറ്റേജ് നമുക്ക് അവൈലബിൾ ആണ്, അത് എന്തോരം കസ്റ്റമർ നമ്മൾ അക്യൂർ ചെയ്യും. ഈ പറയുന്ന ഒരു മാർക്കറ്റ് സ്റ്റഡിയും കൂടിയാണ് നോർമലി ഒരു ഫസ്റ്റ് പാർട്ട് ഓഫ് ഫൈനാൻഷ്യൽസിൽ ഇൻവെസ്റ്റർ പിച്ച് ഡെക്കിൽ വരാം. അതുപോലെ ഇൻവെസ്റ്റർ എൻട്രി ആണ്. നമ്മുടെ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നോക്കിയിട്ട് ഇൻവെസ്റ്ററുടെ അടുത്ത് നമ്മൾ എത്ര പൈസയാണ് നമുക്ക് വേണ്ടത്, എന്തിനാണ് ഈ പൈസ ഉപയോഗിക്കുന്നത്, അതുപോലെ ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് എത്ര ശതമാനം ഷെയർ കൊടുക്കും, സമ്മറി ഓഫ് ബിസിനസ് വാലുവേഷനും അവിടെ ആവശ്യമാണ്. ഫൈനലി എത്ര റിട്ടേൺ കിട്ടും. എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ SIP ഇടാം, ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഇടാം. അപ്പൊ എന്തുകൊണ്ട് വൈ ഐ ഇൻവെസ്റ്റ് ഇൻ യു എന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനുള്ള ഒരു 4 ക്ലാരിറ്റിയും കൂടിയാണ് ഈ പറയുന്ന പിച്ച് ഡെക്കിൽ വേണ്ടത്. അപ്പോൾ ഒരു സ്റ്റോറി വേണം, ഒരു പ്രൊഡക്റ്റിന്റെ ഡെഫിനിഷൻ വേണം, പ്ലസ് ഒരു ഫൈനാൻഷ്യൽ പ്ലാൻ വേണം, സമ്മറി ഓഫ് പ്ലാൻ, പ്ലസ് ഇൻവെസ്റ്റർ എൻട്രി ആൻഡ് എക്സിറ്റ്. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഫണ്ട് റിസീവ് ചെയ്യുന്നതല്ല, എന്ന് പുള്ളിക്ക് ഇറങ്ങി പോകാൻ പറ്റും, എന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു ക്ലാരിറ്റിയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിന് സ്റ്റാർട്ടപ്പിൽ മൾട്ടി റൗണ്ട് ഫണ്ടിങ് എന്ന് പറയുന്ന സെഗ്മെന്റിലാണ് വരാം. അപ്പൊ ആദ്യം ഒരു ഏഞ്ചൽ ആയിട്ട് വരുന്ന ഒരാള് നെക്സ്റ്റ് റൗണ്ട് ഓഫ് ഫണ്ടിങ് വരും, എക്സിറ്റ് ആയിട്ട് പോകും. അപ്പോൾ ആ ഇൻവെസ്റ്ററുടെ വിഷനും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഓഫർ ചെയ്യാൻ. ചിലവർക്ക് ഒരു വാല്യൂ ഇൻവെസ്റ്റർ ആയിരിക്കും, നിങ്ങൾ നാളെ ഒരു ലിസ്റ്റഡ് കമ്പനി ആകുമ്പോൾ അതിന്റെ സ്റ്റേക്ക് ഹോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളായിരിക്കും. അപ്പൊ നമ്മൾ ഒരു ക്ലാരിറ്റി ഓഫ് ഇൻവെസ്റ്റർ എൻട്രി ആൻഡ് എക്സിറ്റ് പ്ലസ് റിട്ടേൺസ്, ഇതാണ് ഇൻവെസ്റ്റർ പിച്ചിൽ ഒരു ബിസിനസ് പ്ലാനിനേക്കാളും കൂടുതൽ വരുന്നത്. അതെ, നമുക്ക് എന്തൊക്കെ ആണ് സ്റ്റേജസ് ഓഫ് ഫണ്ടിങ്? ഇപ്പോൾ നമ്മളിപ്പോൾ സീരീസ് A ഫണ്ടിങ്, B ഫണ്ടിങ് എന്ന് പറയുന്ന പോലെ എന്തൊക്കെയാണ് ഒരു ഫണ്ടിങ് സ്റ്റേജസ്? നോർമലി നമ്മൾ പറയാം ഐഡിയ സ്റ്റേജ്, പ്രീ സീഡ് ഫണ്ടിങ് എന്ന് പറയും, സീഡ് റൈസ്, സീഡ് ഫണ്ടിങ് എന്ന് പറയും. അതേപോലെ സീരീസ് A, B, C എന്ന് പറയുന്ന സെഗ്മെന്റിലേക്കാണ് ഇത് പോകും. ഫസ്റ്റ് സ്റ്റേജ് ഫണ്ടിങ് എന്ന് പറയുന്ന ഐഡിയ സ്റ്റേജിൽ ഇപ്പൊ നമ്മൾ ഫണ്ടിങ് മെത്തേഡിൽ പറയാം ട്രിപ്പിൾ F ഫണ്ടിങ് എന്നൊക്കെയാണ് പറയാം. എനിക്കൊരു മനോഹരമായ ഒരു ഐഡിയ ഉണ്ട്, ഞാൻ വിശ്വസിക്കുന്നു ഐഡിയ നല്ലതാണെന്ന് വിജയിക്കുന്നു. അതേപോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന കുറെ ആൾക്കാരാണ് അവിടെ ഫണ്ട് ചെയ്യുന്നത്. ഫാമിലി, ഫ്രണ്ട്സ്, ഫൂൾസ് എന്നാണ് ടെക്നിക്കലി പറയാം. നമ്മുടെ ഐഡിയയെ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് പോലെ ഐഡിയ ഉണ്ടായിരുന്നു വരില്ല. ആ സമയത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഏർലി സ്റ്റേജ് ഫണ്ടിങ്ങിനെയാണ് ട്രിപ്പിൾ F ഫണ്ടിങ് എന്ന് പറയാം. ഒരു പ്രീ സീഡ് ഫണ്ടിങ് പോലെയാണ് വരാം. അതിനുശേഷം നമ്മൾ ഒരു MVP ഒക്കെ ഉണ്ടാക്കി പൈസ കൊണ്ട് ഒരു മാർക്കറ്റിൽ ബേസിക് ഫിറ്റ് ഒക്കെ ആക്കിയതിന് ശേഷം വരുന്ന ആൾക്കാരാണ് ഏഞ്ചൽസ് എന്ന് പറയുന്ന ഒരു ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്, HNIs പോലത്തെ, അല്ലെങ്കിൽ ഇനീഷ്യൽ ലെവലിൽ നമ്മളെ സ്കെയിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏഞ്ചൽസ് എന്ന് വേണമെങ്കിൽ പറയാം. അവരാണ് നമുക്ക് നോർമലി ഒരു ടിക്കറ്റ് സൈസ് പറയാം 25 lakhs തുടങ്ങി ഒരു 2 crore വരെയൊക്കെയാണ് ഒരു ഏഞ്ചൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അത് ഏഞ്ചൽ ഇൻഡിവിജ്വൽ ആയിട്ടും ചെയ്യുന്ന മെത്തഡോളജീസ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ആയിട്ടും ചെയ്യുന്ന രീതികളുണ്ട്. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇനീഷ്യലി ഇത് ഫ്ലറിഷ് ചെയ്യാനായിട്ടുള്ള ഒരു സീഡ് ക്യാപിറ്റലാണ് ഏഞ്ചൽസ് നമുക്ക് തരാം. അതിനുശേഷം അടുത്ത റൗണ്ട് ഒരു കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള സീഡ് റൗണ്ടിലോ അല്ലെങ്കിൽ സീരീസ് A റൗണ്ടിലോ വരുന്ന ഒരു പ്രൈവറ്റ് ഇക്വിറ്റി പ്ലേയേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്ന നെക്സ്റ്റ് സെഗ്മെന്റ് പ്രൊഫഷണൽ ഫണ്ട് വരുമ്പോൾ ഇവിടെ എക്സിറ്റ് ചെയ്ത് പോകും. അപ്പൊ അവർ വരുന്നത് ഇപ്പോൾ ഒരു ഏഞ്ചൽ വന്നതിന് ശേഷം വരുന്ന അടുത്ത റൗണ്ട് ഒരു സീരീസ് A, B എന്ന് പറയുന്ന ടിക്കറ്റ് സൈസ് ഒരു 8 CR മുതൽ 16 CR അല്ലെങ്കിൽ 24-30 CR സെഗ്മെന്റ് ആണ്. ആ സെഗ്മെന്റിൽ വരുമ്പോൾ ഈ പറയുന്ന ഏഞ്ചൽസ് പതുക്കെ എക്സിറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഒരു പ്രീ സീഡ്, സീഡ് തന്നെ ചിലപ്പോൾ 2-3 റൗണ്ട് വരാം, സബ്ജക്റ്റ് ടു ബിസിനസിന്റെ മോഡലാണ്. അത് കഴിഞ്ഞാൽ ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർ കുറെ കൂടി പ്രൊഫഷണൽ ആയിട്ട് ഒരു 4 കോടി മുതൽ 8 കോടി വരെയൊക്കെ ഒരു പ്രൊഫഷണൽ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഫേംസ് ആണ്. അവർ നമ്മളിലേക്ക് ഫണ്ട് കൊണ്ടുതരും. ആ ഫണ്ട് കൊണ്ടുവന്നതിന് ശേഷം നമ്മളെ ഉദ്ദേശം ഒരു 100 കോടി അല്ലെങ്കിൽ 150 കോടി വാലുവേഷനിലേക്ക് എത്തുന്ന ലെവലിലേക്കാണ് അവർ എക്സിറ്റ് ചെയ്ത് പോവുക. കുറേ കൂടി അതിനുശേഷം ഇപ്പോൾ നമ്മളൊരു 3 റൗണ്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു ചിന്ത വരുന്നത് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഷെയർ ബൈബാക്ക് ചെയ്ത് ലിസ്റ്റിങ്ങിന് പോകണം. അതായത് എല്ലാവരും ഡ്രീമാണ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ബിസിനസ് മോഡൽ ഉണ്ടാക്കുക എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ലിസ്റ്റിങ്ങിലേക്ക് പോവാം, നമുക്ക് പ്രോപ്പർ ടേൺ ഓവറും ട്രാക്ഷനും സിസ്റ്റം ഉണ്ടെങ്കിൽ. അതല്ലെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് പറയുന്ന സെബി ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അവർ ഹ്യൂജ് ആയിട്ടുള്ള ഫണ്ടുകൾ നമ്മളിലേക്ക് തന്ന് നമ്മുടെ ഒരു സ്റ്റേക്ക് എടുത്ത് കൊണ്ടുപോകുന്ന ഒരു 60%, 40% എടുക്കുന്ന മെത്തഡോളജിയും
അതിലേക്ക് വരുന്നുണ്ട്. ഇവർ നമ്മൾ പറയാം സ്ട്രാറ്റജിക് ഇൻവെസ്റ്റേഴ്സ് എന്നാണ് പറയുക. ഇവരുടെ ടീം വന്ന് കംപ്ലീറ്റ്ലി നമ്മുടെ ബിസിനസ് തന്നെ പ്രൊഫഷണലി മാനേജ് ചെയ്യുന്ന ഒരു പോയിന്റ് ആയിരിക്കും. ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ എക്സിറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഡ്രീം നോക്കിയിട്ട് വേണം നമ്മൾ ഏത് റൗണ്ടിൽ ഏത് ഇൻവെസ്റ്ററെ കൊണ്ടുവരണം, എന്തോരം ഷെയർ ഡൈലൂട്ട് ചെയ്യണം. അൾട്ടിമേറ്റ്ലി ഇത് എന്ത് റൗണ്ട് വന്നാലും ഈ കോ ഫൗണ്ടേഴ്സിന് സ്ട്രോങ് ആയിട്ടുള്ള കൺട്രോൾ ഇല്ലെങ്കിൽ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു ഫെയിലിയേഴ്സ് കാണുന്നത് ഏർലി സ്റ്റേജിൽ നമുക്ക് പൈസ ഇല്ലാത്തൊരവസ്ഥയിൽ ഒരുപാട് ഷെയർ ഡൈലൂട്ട് ചെയ്ത്. അപ്പോൾ നോർമലി ഒരു കമ്പനിയിൽ എല്ലാവരും പറയുന്നത് 51% ആണ് മെജോറിറ്റി എന്നാണ്. അങ്ങനെയല്ല. ഒരു കമ്പനിയുടെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണമെങ്കിൽ 76% മെജോറിറ്റി ഓഫ് ഷെയർസ് നമുക്ക് വേണം. അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും തേർഡ് പാർട്ടിയുടെ അടുത്ത് നമ്മൾ ഒപ്പീനിയനാണ് ചോദിക്കേണ്ടതായിട്ട് അവസ്ഥ വരും. അപ്പോൾ എങ്ങനെ 2-3 റൗണ്ട് കഴിയുമ്പോഴും 76 to 80% കമ്പനിയിൽ നിൽക്കാൻ പറ്റാവുന്ന ലെവലിലേക്ക് ക്യാപ് ടേബിൾ എന്നാണ് പറയുക, ഷെയർ ഹോൾഡിംഗ് ഫൗണ്ടേഴ്സിൻ്റെ അടുത്ത് ABC 3 പേരുടെ അടുത്ത് വെക്കാൻ പറ്റിയാൽ ഒരു പരിധി വരെ നമ്മുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വിഷൻ സ്ട്രോങ് ആയിട്ട് പോകാനായിട്ട് നമ്മുടെ കയ്യിൽ നിൽക്കും. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കും. എപ്പോഴും തേർഡ് പാർട്ടി ഒപ്പീനിയൻ നമുക്ക് പല സാധ്യതകളുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. എത്ര ഷെയർ ഡൈലൂട്ട് ചെയ്യണം. അതിനോട് ചേർന്ന് വെക്കുന്ന ഒരു വാക്കാണ് വാല്യുവേഷൻ. നമുക്ക് ബിസിനസ്സിന് ന്യായമായ വാല്യുവേഷൻ കിട്ടാൻ പറ്റണം. അതൊരു നമ്മുടെ ഐഡിയക്ക് മാത്രം വാല്യൂ ഉണ്ടായാൽ പോരാ, ഫാക്ട് ആൻഡ് ഫിഗേഴ്സിൽ ടേൺ ഓവർ വരണം, നമ്പേഴ്സ് വരണം, അൾട്ടിമേറ്റ്ലി പ്രോഫിറ്റ് വരണം. ഇവിടെ കാണുന്ന ഒരു പ്രോബ്ലം നമ്മൾ നേരത്തെ ഒരു പറഞ്ഞ പോയിന്റാണ്, കസ്റ്റമർ അക്വിസിഷൻ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഏരിയാസ് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ പോകുന്ന ഏരിയയാണ് ഈ 2 ഏരിയ. അത് തന്നെ നമ്മുടെ ലോസിലേക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ലോസ് കുറച്ച് എങ്ങനെ ഈസിലി പോസിറ്റീവ് ക്യാഷ് ഫ്ലോ എത്തിക്കുക എന്നും കൂടി ഒരു ഫൗണ്ടർ ചിന്തിച്ചാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യുവേഷനിലേക്ക് സംഗതി എത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു റൗണ്ട് ടേബിൾ നെഗോസിയേഷൻ ആണ് ഈ പറയുന്ന ഡീൽസ് എല്ലാം. അപ്പൊ അവർ പറയും, നമ്മൾ സംസാരിക്കും, പക്ഷെ അൾട്ടിമേറ്റ്ലി ഒരു വിൻ വിൻ പോകുമ്പോൾ നമ്മളും കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട്. അപ്പോൾ ഒരു സിസ്റ്റം ഡ്രിവൺ ബിസിനസ് നമ്മൾ എപ്പോഴും പറയുന്ന പോയിന്റിൽ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിലേക്ക് ഇതിനെ മാറ്റാനായിട്ട് നമുക്ക് പറ്റണം. സിസ്റ്റമായിട്ടും ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ആയിട്ടും നമ്പേഴ്സ് ആയിട്ടും വന്നാലാണ് നമ്മൾ പറയുന്ന വാല്യുവേഷനിലേക്ക് ഇൻവെസ്റ്റേഴ്സ് ഗ്രാജുവലി എത്തും. പലപ്പോഴും ഞാൻ കാണുന്നത് ഈ നമ്മൾ ഈ പറയുന്ന തിയററ്റിക്കലി എല്ലാ ഫൗണ്ടേഴ്സും എടുക്കുന്നുണ്ടെങ്കിലും അവരുടെ കയ്യിൽ കൃത്യമായ ഒരു MIS-ഓ ഈ പറയുന്ന പ്ലാനോ ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും ഇൻവെസ്റ്ററുടെ മുന്നിൽ അവർ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ MIS ഇവരുടെ മുന്നിൽ ഉണ്ടെങ്കിൽ, ഇവരുടെ ഫാക്ട് ആൻഡ് ഫിഗേഴ്സും ആസ് പെർ ബിസിനസ് പ്ലാൻ അവർക്ക് ഗ്രോത്തും രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ പോലും അറിയാതെ അവർക്കൊരു കോൺഫിഡൻസും നെഗോഷിയേഷൻ സ്കിൽസും അവർക്ക് ഇൻവെസ്റ്ററുടെ മുന്നിൽ കിട്ടുന്നുണ്ടായിരിക്കും. അതില്ലാത്ത സമയത്ത് അവർക്ക് അവിടെ ഡൈല്യൂട്ട് ചെയ്യേണ്ടി വരും. ഏറ്റവും കൂടുതൽ ചോദിക്കുക ഇൻവെസ്റ്റർ എങ്ങനെ കൺവിൻസ് ചെയ്യാം. ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ആൾക്കാർ ഓരോ എന്താ സ്റ്റേജിലും ഓരോ തരത്തിലാണ് ബിസിനസ്സിൽ നോക്കിക്കാണുക. ഏർലി സ്റ്റേജിൽ നോക്കുന്ന ആൾക്കാർ ഈ ഐഡിയയുടെ ഒരു കോമ്പറ്റൻസും ടീമുമാണ്. ഞാൻ എൻ്റെ 1 കോടി രൂപ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, നിങ്ങൾ എന്തോ എഫക്റ്റീവായിട്ട് ഇതിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്ന ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. നമ്മുടെ സ്ട്രാറ്റജിക്ക് ക്ലാരിറ്റി വേണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഫണ്ട് കിട്ടും. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പേപ്പറിൽ കാണിക്കണം, ബുക്കിൽ കാണിച്ചു കൊടുക്കണം. നമ്മൾ അന്നൊരു കാര്യം പ്രോമിസ് ചെയ്തു, ആ പറയുന്ന ട്രാക്ഷൻ കാണിച്ച് സിസ്റ്റം കാണിച്ച് ചെറിയ രീതിയിലെങ്കിലും നമ്മുടെ ട്രാക്ഷൻ ബുക്കിൽ വന്നാലാണ് അടുത്ത റൗണ്ട് ഇൻവെസ്റ്റേഴ്സ് നമുക്ക് വരാം. എപ്പോഴും എക്സിറ്റിന്റെ ക്ലാരിറ്റി, അതിനെപ്പറ്റിയാണ് പല ഫൗണ്ടേഴ്സും മിസ്ഔട്ട് ആയി പോകുന്നത്. ഈ ഫണ്ട് എങ്ങനെ വേണമെന്നും എന്തിനു വേണമെന്നും എല്ലാവർക്കും നല്ലൊരു ബോധ്യമുണ്ട്. ഈ ഫണ്ട് എടുത്തതിന് ശേഷം എക്സിക്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂലാണ് പലപ്പോഴും ഫെയിൽ ആയി പോകുന്നത്. അത് നേരത്തെ പറഞ്ഞ MIS ഇല്ലാത്തതും ഒരു ബിസിനസ് പ്ലാൻ ഇല്ലാത്തതും ഒരു ഘടകം തന്നെയാണ്. അൾട്ടിമേറ്റ്ലി ആ ഒരു ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറയുന്ന ഒരു വാക്കും കൂടി ആഡ് ഓൺ ചെയ്യണം. അതായത് ക്യാപിറ്റൽ കൊണ്ടായി മാക്സിമം സ്പെൻഡ് ചെയ്ത് കളയുക എന്നുള്ളതല്ല, ക്യാപിറ്റലിനെ എഫക്റ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് റിട്ടേൺസ് കൊടുക്കുന്നു എന്നൊരു പോയിന്റ്. കാരണം ഒരു ഡിവിഡൻഡ് സെൻട്രിക് ആയിരിക്കില്ല സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റേഴ്സ്. കാരണം ഇവിടെ വരുന്നത് വാല്യൂ സെൻട്രിക് ആണ്. നമ്മൾക്കൊരു 5 ഇയർ കൊണ്ടോ 10 ഇയർ കൊണ്ടോ 3 ഇയർ കൊണ്ടോ ഇത്ര ഇൻവെസ്റ്റ്മെന്റിനെ എങ്ങനെ 3x ആക്കാം, 10x ആവാം, 20x ആവാം എന്ന് പറയുന്ന ലെവലിലേക്ക് ബിസിനസ്സിന് എത്ര വാല്യൂലേക്ക് എത്താം, എത്ര പ്രോഫിറ്റിലേക്ക് എത്താം എന്ന് പറയുന്ന ഒരു വിഷനും റോഡ് മാപ്പ് സെറ്റ് ചെയ്താണ് ഈ പറയുന്ന ഫൗണ്ടേഴ്സ് ചെയ്യേണ്ടത്. ഇതിന്റെ ക്ലാരിറ്റിയാണ് ഇൻവെസ്റ്ററുടെ കോൺഫിഡൻസ്. കാരണം ഓരോ ഇൻവെസ്റ്ററും ഓരോ ലെവലിലും എക്സിറ്റ് പ്രതീക്ഷിക്കുന്നവരാണ്. അതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനുള്ള വലിയ ഒരു കൺഫ്യൂഷൻ ആണ് വാല്യൂ സെൻട്രിക്ക് പോകണം, ഡിവിഡൻഡ് സെൻട്രിക്ക് പോകണം. അതായത് കമ്പനിയെ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് കൊണ്ടുവന്ന് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്തെടുക്കണോ അതോ വാല്യുവേഷൻ കൂട്ടി എക്സിറ്റ് പ്ലാനിലേക്ക് വർക്ക് ചെയ്യണോ എന്നുള്ളത്. ഇതിൽ എന്താണ് ഒരു റൈറ്റ് അഡ്വൈസ്? ഇപ്പോൾ ഹൈലി ക്യാപിറ്റൽ ഇൻറ്റൻസിക് ആയിട്ടുള്ള ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിന് മൾട്ടിപ്പിൾ സ്റ്റേജ് ആയിട്ട് ക്യാപിറ്റൽ വേണ്ടി വരും. ആ പറയുന്ന മോഡലിന് ഒരു പ്രോഫിറ്റബിലിറ്റി മീറ്റ് ചെയ്യാന്ന് മാത്രമേ പറ്റുള്ളൂ. വാല്യുവേഷൻ, അതായത് മൾട്ടിപ്പിൾ വാല്യുവേഷൻ മോഡലിൽ മാത്രമേ എക്സിറ്റ് നമുക്ക് കിട്ടുള്ളൂ. ചില സെർട്ടൻ ബിസിനസ്സുകളുണ്ട്, അവർക്ക്
1 or 2 times മാത്രമേ ഫണ്ടിങ് ആവശ്യമുള്ളൂ. അതിനുശേഷം ഡിവിഡൻഡ് സെൻട്രിക് ആയിട്ട് അവർക്ക് പോകാനായിട്ട് പറ്റും. എക്സാമ്പിൾ പറയാം. ഇപ്പൊ നോർമലി ഇപ്പൊ എന്താ പറയാ, ഒരു സാസ് അല്ലാത്ത ഒരു ലെവലിലേക്കുള്ള ഒരു മാർക്കറ്റ് പ്ലേസ് പോലത്തെ ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യാനും മാർക്കറ്റ് ചെയ്യാനും മാത്രമേ പൈസ നമുക്ക് ആവശ്യമുള്ളൂ. അതൊരു ട്രാക്ഷൻ ആയി കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് പ്ലേസ് പോലെ ആക്ട് ചെയ്തൊരു ബിസിനസ് മോഡൽ ആണെന്നുണ്ടെങ്കിൽ കുറെ കഴിയുമ്പോൾ മൾട്ടിപ്പിൾ റവന്യൂ മോഡൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അതിലേക്കുള്ള പൈസ അതിലേക്ക് വരും. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർ എക്സിറ്റ് ചെയ്താൽ പിന്നെ ഡിവിഡൻഡ് മോഡലിലേക്ക് നമ്മൾ കൊണ്ടുപോയാൽ മതി. അപ്പൊ അവിടെ കൃത്യമായ ഒരു പ്ലാൻ വേണം. എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ എത്ര പെർസെന്റേജ് റീഇൻവെസ്റ്റ് ചെയ്യണം, എത്ര പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു മോഡലിലേക്ക്. ഇപ്പൊ ജിയോ തന്നെയാണെങ്കിലും അതൊരു ടെക് പ്ലാറ്റ്ഫോം തന്നെയാണ് വരുന്നത്. ഇനീഷ്യൽ ആ ബ്ലീഡ് ചെയ്ത എമൗണ്ട് പയ്യെ അത് മാറ്റി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനീഷ്യൽ കസ്റ്റമർ അക്വിസിഷൻ ആ പൈസ വന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് വാല്യൂ ഡ്രിവൺ ഇൻവെസ്റ്റ്മെന്റും കൂടി ഉണ്ട്. ചില ആളുകളുണ്ട് ഡിവിഡൻഡ് നോക്കാതെ ലോങ് ടൈമിലേക്ക് നിൽക്കുന്ന പ്രൊഫഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലീവറേജ് പീരീഡ് കിട്ടും. ഈ പറയുന്ന 5 year 10 year വെയിറ്റ് ചെയ്യാൻ അവർ റെഡി ആയിരിക്കും. ഘട്ടം ഘട്ടമായി അവർ നമ്മളെ തന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കല്യാൺ എന്താ പറയുക ജ്വല്ലേഴ്സിന്റെ കേസ് പറയുകയാണെങ്കിൽ അവർക്ക് വന്നത് അവരുടെ സ്ട്രക്ചറിങ് കറക്റ്റ് ആയിരുന്നു, സിസ്റ്റം കറക്റ്റ് ആയിരുന്നു. ആ ഗ്രൂപ്പിൽ അവർക്ക് വന്നൊരു പ്രൊഫഷണൽ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റർ ആണ് അവർക്ക് വന്നത്. അവരാണ് അവരെ നെക്സ്റ്റ് ലെവലിലേക്ക് മാനേജ് ചെയ്ത് ലിസ്റ്റിംഗിലേക്ക് എത്തിച്ചത്. പല ഗ്രൂപ്പ്സും ഇപ്പോഴും സിസ്റ്റം കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ലിസ്റ്റിംഗിലേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഡിവിഡൻഡ് സെൻട്രിക് എന്നുള്ളത് സ്റ്റാർട്ടപ്പ് പോയിന്റ് ഓഫ് വ്യൂ വളരെ കുറവാണ്. നോർമലി ട്രഡീഷണൽ ബിസിനസ്സിലാണ് ഡിവിഡൻഡിനെ പറ്റി കൂടുതലും പറയാം. പക്ഷെ ഈ പറയുന്ന എമർജൻസി ഓഫ് റീപേയ്മെന്റും എക്സിറ്റും നമുക്ക് കുറയ്ക്കാൻ പറ്റും. നല്ല സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ അവർ തന്നെ പ്ലാൻസ് ക്രിയേറ്റ് ചെയ്ത് നമുക്കൊരു ബഫർ പീരീഡ് കിട്ടും. എനിക്ക് നെക്സ്റ്റ് റൗണ്ട് ഇൻവെസ്റ്റർ എക്സിറ്റ് ചെയ്യുമ്പോൾ കുറെ ഫണ്ട് അവരിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ നമുക്കത് റീഇൻവെസ്റ്റ് ചെയ്യാനും റോൾ ചെയ്യാനും ഫണ്ട് കിട്ടുന്ന ഒരു ഇൻവെസ്റ്ററെയാണ് തേർഡ് റൗണ്ട് കിട്ടുന്നതെങ്കിൽ കുറെ കൂടി നമ്മുടെ ഗ്രോത്തിനെ ഫാസ്റ്റൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഡിവിഡൻഡ് എന്ന് പറയുകയാണെങ്കിൽ പറ്റും, പക്ഷെ കുറവാണ് സ്റ്റാർട്ടപ്പിൽ ഡിവിഡൻഡ് മാത്രം എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ. കാരണം ഹൈ റിസ്ക് ഹൈ റിട്ടേൺ ബിസിനസ് ആണ് സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മോഡൽ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഡിവിഡൻഡ് സെൻട്രിക്കിൽ കുറച്ച് അധികം സെക്യൂരിറ്റി ഉണ്ടെങ്കിലും വാല്യുവേഷൻ ഒരു ബബിൾ അല്ലേ ശരിക്കും? ഫുള്ളി ബബിൾ എന്ന് പറയാൻ പറ്റില്ല. ചില സെഗ്മെന്റിൽ ഇപ്പോൾ നമ്മൾ വാല്യുവേഷൻ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടൊരു കാര്യമാണ്. നമ്മുടെ ഐഡിയനെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് വേറൊരാളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്ത് നമ്മൾ പറയുന്ന ഒരു ലെവലിലേക്ക് ഫണ്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ ഉപയോഗിക്കാം, മോശമായിട്ട് ഉപയോഗിക്കാം. ഈ വാല്യുവേഷൻ ഡൗൺ ആവുന്ന സിനാരിയോസ് ഉണ്ട്. ലൈക്ക് ബൈജൂസ് ആൻഡ് മെനി അതർ കമ്പനീസ് ഈസ് ഹാപ്പനിങ് ഓൺ. അതായത് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്ന ടേൺ ഓവറും പ്രോഫിറ്റബിലിറ്റിയും അത് അച്ചീവബിൾ ആയിരിക്കണം ഒരു പരിധി വരെ. ഈ ഫണ്ട് കൊണ്ട് നമ്മൾ അൺഅച്ചീവബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ്സ് ഫിക്സ് ചെയ്തിട്ട് വാല്യുവേഷൻ കിട്ടാൻ വേണ്ടി മാത്രം ഒരു ബബിൾ ക്രിയേറ്റ് ചെയ്ത് ഫണ്ട് കൊണ്ടുവരുമ്പോൾ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ ഹ്യൂജ് ലോസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വാല്യുവേഷൻ ഡൗൺ ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ വരും. ചില കേസുകളിൽ ഇപ്പോൾ റീസെന്റ് നമ്മളൊരു കാർബൺ ക്രെഡിറ്റ്സ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലേക്ക് ഒരു ഫണ്ടിങ്ങിന് പോയിരുന്നു. ഒരു ഐഡിയ മാത്രമായിട്ട്, പക്ഷെ ഐഡിയ കറക്റ്റ് ഫിറ്റ് ആണ്, ടീം സ്ട്രോങ് ആണ്, ഒരു റവന്യൂ പോലും ഇല്ലാതെ അവർക്ക് 1 million ഫണ്ടാണ് വന്നത്. അവിടെ നമ്മൾ ഉദ്ദേശിച്ച 10% നമ്മൾ ഷെയർ കൊടുക്കാൻ മാക്സിമം ഉദ്ദേശിക്കണം. പക്ഷെ അവിടെ വന്നേക്കണം 8 CR വേണ്ടി. അപ്പൊ 80 CR എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് വാല്യുവേഷൻ ആയി. അവിടെ വാല്യൂ ഇല്ല, 0 ആണ് വാല്യൂ വരുന്നത്. അവിടെ നമ്മൾ പറയുന്നത് ഒരു പോസ്റ്റ് മണി ആൻഡ് പ്രീ മണി എന്ന് പറയുന്ന വാല്യുവേഷൻ ഉണ്ട്. പ്രീ മണി എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള നമ്മുടെ ഐഡിയയുടെ പുറത്തുള്ള വാല്യൂ. നോർമലി സ്റ്റാർട്ടപ്സ് അത് വളരെ കുറവായിരിക്കും. പോസ്റ്റ് മണി എന്ന് പറയുന്നത് ഈ ഫണ്ടും കൂടി ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ടോട്ടൽ പ്രോഫിറ്റബിലിറ്റി ഇന്നത്തെ വാല്യൂ. അതാണ് കുറേ കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പോയിന്റ്. അപ്പൊ സെഗ്മെന്റ് ടു സെഗ്മെന്റ് ഈ വാല്യുവേഷൻ നല്ലതാണെന്ന് ഞാൻ പറയാം. പക്ഷെ നമ്മൾ എങ്ങനെ അത് യൂസ് ചെയ്യണു എന്നുള്ള പോയിന്റിലാണ് നിൽക്കുന്നത്. ഒരു ഇൻവെസ്റ്ററിന് വേണമെങ്കിൽ നമുക്ക് നല്ല കഴിവുണ്ടെങ്കിൽ കൺവിൻസ് ചെയ്യാം, സസ്റ്റെയിൻ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന വാല്യുവേഷൻ ബബിളിനെ പൊട്ടിക്കാതെ നോക്കണം. അങ്ങനെ പറ്റുകയാണെങ്കിൽ ഒരു പരിധി വരെ വാല്യുവേഷൻ ഇല്ലാത്ത സ്റ്റാർട്ടപ്സിന് മുന്നോട്ട് പോകാനായിട്ട് ഒരിക്കലും പറ്റില്ല. അതിന് എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നു ഈ നമ്പേഴ്സിൽ, സിസ്റ്റത്തിൽ, ഗവർണൻസ് എന്ന് പറയും, അത് ഗുഡ് പ്രാക്ടീസും കൂടി ഇതിന്റെ ഭാഗമായിട്ട് വരണം. എങ്കിലും മാത്രമേ നമുക്ക് ഈ പറയുന്ന സാധനം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ 2 റൗണ്ട് കൊണ്ട് ക്ലോസ് ആയി. ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ് വാല്യുവേഷൻ എന്ന് പറയുന്നത് ഒരു 3 point ഒന്ന് സ്ട്രാറ്റജി, സിസ്റ്റം വിത്ത് പീപ്പിൾ. അതെ, ഏർലി സ്റ്റേജിൽ ശരിക്കുമുള്ള ബിസിനസ് വാല്യുവേഷന്റെ ബേസ് കിടക്കുന്നത് പ്രോഫിറ്റബിലിറ്റിയാണ്. എനിക്ക് എത്ര പ്രോഫിറ്റ്, നമ്മൾ ലിസ്റ്റഡ് കമ്പനിയുടെ ഷെയർ നോക്കിക്കഴിഞ്ഞാൽ എത്ര ക്യാപിറ്റലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്, അതിന്റെ കൂടെ പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്യും. ഈ വർഷം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്താൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്, നെറ്റ് അസെറ്റ് വാല്യൂ എന്ന് പറയും. അതിന് ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള കൺവിൻസിംഗ് ആയിട്ടുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ വാല്യുവേഷൻ മെത്തഡോളജി. ലോസ് ആണെങ്കിൽ വാല്യൂ കുറയുകയും ചെയ്യും. സ്റ്റാർട്ടപ്പിൽ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് ലോങ് ടൈം ആയിട്ടുള്ള ഒരു വിഷനാണ്. മേ ബി 3 year ആയിരിക്കാം, 5 year ആയിരിക്കാം, 7 year ആയിരിക്കാം. അവിടെ നമ്മൾ യൂസ് ചെയ്ത ഒരു പോയിന്റ് ടേൺ ഓവർ ബേസിൽ നമ്മൾ വാല്യൂ ചെയ്യും.
എത്ര ടേൺ ഓവർ നമ്മൾ ഉണ്ടാക്കുന്നു, ആ ഗ്രോത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂലി അതിനൊരു 3 to 5x മൾട്ടിപ്പിൾ വരെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ പോസിറ്റീവ് ക്യാഷ് ഫ്ലോ, പ്രോഫിറ്റബിലിറ്റി അല്ല എബിഡ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതിന്റെ മൾട്ടിപ്പിൾ നമ്മൾ യൂസ് ചെയ്യും. അൾട്ടിമേറ്റ്ലി ഇതൊക്കെ യൂസ് ചെയ്യാനൊക്കെ ഒരു നെഗോസിയേഷൻ മീഡിയം മാത്രമാണ് വാല്യുവേഷൻ ഏർലി സ്റ്റേജിൽ. ഏത് സ്റ്റാർട്ടപ്പ് ആണെങ്കിലും ഈ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് എത്തിയിരിക്കണം, അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ക്യാഷ് ഡ്രിവൺ ബിസിനസ് ആയിട്ട് ഇത് മാറിയാൽ മാത്രമേ നമുക്ക് ലോങ് ടൈം ആയിട്ട് കാര്യമുള്ളൂ. പല ആളുകളുടെയും വിഷൻ എന്ന് പറയുന്നത് അക്വിസിഷൻ മാത്രമാണ്. അവിടെ മിക്കവരും ചെയ്യുന്നത് വാല്യുവേഷൻ ഗെയിൻ വെച്ചുകൊണ്ട് ടേൺ ഓവറിനെ കൂട്ടി കാണിക്കാം. നാളെ വലിയൊരു കമ്പനീനെ കൊണ്ട് നമ്മൾ അക്യൂർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഗെയിം കൂടെ നടക്കുന്നുണ്ട്. അതിനെ മോശമെന്ന് പറയുന്നില്ല, പക്ഷെ അതും ഒരു ടാക്ടിക്സ് തന്നെയാണ്. അൾട്ടിമേറ്റ്ലി ഒരു ഓൺടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഫീൽഡിൽ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ബിസിനസ് മോഡൽ ഉണ്ടാവണമെങ്കിൽ പ്രോഫിറ്റ്, ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ പോസിറ്റീവ് ക്യാഷ് ഫ്ലോ നിർബന്ധമായിട്ടും അതിൽ വന്നാലാണ് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പലപ്പോഴും ഇപ്പോൾ നമ്മളുടെ പല സ്റ്റാർട്ടപ്പുകളും ലിസ്റ്റഡ് സ്റ്റാർട്ടപ്സ് പോലും റവന്യൂ ലോസ് ആണ് കൂടുതൽ അവരുടെ ആനുവൽ സ്റ്റേറ്റ്മെന്റ്സിൽ വരുന്നത്. ബുക്ക് മൈ ഷോ ആണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിലിറ്റി ഇന്ത്യയിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് അല്ലേ. അപ്പൊ അതെങ്ങനെയാണ് ഇപ്പോൾ 1000 കോടി നഷ്ടം, ഇപ്പോൾ ഫ്ലിപ്കാർട്ട് 7,000 crores നഷ്ടം, എങ്ങനെയാണ് അതൊരു മീൻസ് അവരത് പറയുമ്പോൾ എന്താണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ്? അവര് മാർക്കറ്റിൽ കാണുന്ന പുതിയ സ്റ്റാർട്ടപ്സ് അത് എങ്ങനെ എടുക്കുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? എന്തായിരിക്കും ഇൻവെസ്റ്റേഴ്സിന്റെ മൈൻഡിലുള്ള ഒരു ഗെയിം? സ്റ്റിൽ ദേ ആർ റേസിംഗ് ഫണ്ട്. യെസ്. അതായത് നോർമൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് പ്രസന്റ് ഇയർലി പ്രോഫിറ്റ് വേണമെന്നില്ല. നമ്മുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രൊജക്ഷന്റെ പുറത്തും ഗ്രോത്തിന്റെ പുറത്തും നമുക്ക് ലിസ്റ്റിംഗിലേക്ക് ചെയ്യാം. അൾട്ടിമേറ്റ്ലി ഈ കണ്ടിന്യൂസ് ലോസ് മേക്കിംഗ് സ്റ്റാർട്ടപ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് തന്നെയാണ്. കാരണം നമ്മൾ ഇട്ട പൈസ അവിടെ ലോസ് ആയിക്കൊണ്ടിരിക്കും. പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യും തോറും നമ്മുടെ പൈസ കൂടിക്കൊണ്ടിരിക്കും, ലോസ് ആവും തോറും പൈസ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന വാല്യുവേഷൻ ബബിൾ ബ്രേക്ക് ചെയ്യുന്നതാണെങ്കിലും ഈ ലിസ്റ്റഡ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റിംഗ് ചെയ്യുന്ന കമ്പനീസ് അണ്ടർ പെർഫോം ചെയ്യുന്നതാണെങ്കിലും ഒരു പരിധി വരെ എക്കോസിസ്റ്റം നെഗറ്റീവ് തന്നെയാണ്. അൾട്ടിമേറ്റ്ലി ചില കമ്പനീസ് അത് സെർട്ടൈൻ ആയിട്ട് പോസിറ്റീവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഗ്രാജുവലി എല്ലാവരും ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് ചില പോയിന്റ് ലാസ്റ്റ് സൊല്യൂഷൻ കൂടിയാണ്. അതായത് ഒരു പ്രൊഫഷണൽ VCക്ക് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് ചെയ്യണം. പുള്ളിക്ക് എക്സിറ്റ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ലിസ്റ്റിംഗ്. അവിടെ ഈ VC സെറ്റിൽ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഹ്യൂജ് ലോസും കൂടി നമ്മുടെ ഇതിനെ ഇമ്പാക്ട് വരുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി നെഗറ്റീവ് തന്നെയാണ് ഈ പറയുന്ന ലോസ് മേക്കിംഗ് സ്റ്റാർട്ടപ്സും അതേപോലെ തന്നെ ബബിൾ ബ്രേക്ക് ചെയ്യുന്നത്. അതിന് പോസിറ്റീവായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് ഗ്രാജുവലി ഇത് ഗ്രോ ചെയ്യണം. അവിടെ കസ്റ്റമർ അക്വിസിഷൻ, റീറ്റൻഷൻ, പ്രോഫിറ്റബിലിറ്റി ഡെഫിനറ്റ് ആയിട്ടും അതില്ലാത്തൊരു ബിസിനസ് ഇല്ല. പലപ്പോഴും ആൾക്കാർ വാല്യുവേഷൻ എന്നുള്ള ബബിളിന്റെ പിന്നാലെയാണ് ആദ്യം ഒന്ന് ഉണ്ടാക്കാം, ഇങ്ങനെയാക്കാം, പിന്നെ വിൽക്കാം, ആ ഒരു പാറ്റേണിലാണ്. അതെ. ഇതിൽ നമ്മൾ ആദ്യം റെക്കമെൻഡ് ചെയ്യുന്നത് ഓൺ ഫണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറെ കൂടി നമ്മൾ സ്ലോ ആയിരിക്കും, കെയർഫുൾ ആയിരിക്കും. അപ്പൊ എപ്പോഴും നമ്മുടെ MVP ആണെങ്കിലും ഒരു ബേസ് ലെവലിൽ ബൂട്ട് സ്ട്രാപ്പ് ചെയ്യുന്നതിന്റെ ബ്യൂട്ടി ഭയങ്കര തന്നെയാണ്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയിൽ നിന്ന്, ഹാർഡ് ഏൺഡ് മണിയിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ഇൻവെസ്റ്ററെ കൊണ്ടുവരുമ്പോൾ കുറെ കൂടി കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ ചില കേസുകളിൽ ഒരു വളരെ യൂണീക്ക് ആയിട്ടുള്ള റിസർച്ച് സെൻട്രിക് ആയിട്ടുള്ള ബിസിനസ്സിൽ ഒരുപാട് പൈസ ആദ്യം തന്നെ വേണ്ടി വരും. അതൊഴികെയുള്ള എല്ലാ ബിസിനസ്സിലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുക സ്റ്റാർട്ട് വിത്ത് ബൂട്ട് സ്ട്രാപ്പിംഗ് ആണ്. അത് ഗ്രാജുവലി എത്തിയതിനു ശേഷം നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കലാണ് നല്ലൊരു ഐഡിയ. പ്ലസ് ഗ്രാൻസും ഇതിൻ്റെയൊക്കെ ഒരു മിക്സ് ആണ്, ഒരു ലീവറേജ് ഓഫ് ഫണ്ടിങ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഒരു കാര്യം കൂടി നമ്മൾ ആഡ് ചെയ്യാൻ വിട്ടു, വെഞ്ചർ ഡെറ്റ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റും കൂടിയുണ്ട്. അതായത് റവന്യൂ മേക്കിംഗ് ബിസിനസ്സുകൾ, ട്രാക്കുള്ള ബിസിനസ്സുകൾ, സ്റ്റാർട്ടപ്പുകൾക്കാണെങ്കിലും ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് സർവീസുകൾ ഇന്ത്യയിലും വെളിയിലും ഉണ്ട്. ഇക്വിറ്റി ഡൈലൂഷന് പകരം നമുക്ക് 6 മുതൽ 10% വരെ കൊളാറ്ററൽ ഫ്രീ ആയിട്ട് ലോൺസ് തരുന്ന കൊളാറ്ററൽസ് തരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു റീപേയ്മെന്റ് കപ്പാസിറ്റി ഉള്ള സ്റ്റാർട്ടപ്പുകൾക്ക് നെക്സ്റ്റ് റൗണ്ട് ഫണ്ടിങ്ങിന് മുമ്പ് ഡെറ്റ് ആണ് കുറെ കൂടി നല്ലത്. ഇക്വിറ്റി ഓൾവേസ് കോസ്റ്റ്ലി എന്നാണ് പറയാ. അപ്പൊ കൺട്രോളിലാണെങ്കിലും പല കാര്യങ്ങളിലാണെങ്കിലും. അപ്പോൾ ഡെറ്റ് എങ്ങനെ യൂസ് ചെയ്യണു, ഗ്രാൻസ് എങ്ങനെ യൂസ് ചെയ്യണു, ഇക്വിറ്റി എങ്ങനെ മാനേജ് ചെയ്യണു, ഇതിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചറിങ്ങിന്റെ ഒരു എഫേർട്ടും കൂടി വളരെയധികം നമുക്ക് ആവശ്യമാണ്. എങ്കിലാണ് നമ്മൾ ലോങ് ടൈം വിഷനിലേക്ക് നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അൾട്ടിമേറ്റ്ലി നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, കൺട്രോൾസ് എല്ലാം ഇതിൽ നമുക്ക്. പക്ഷേ ഇവർക്കും ഈ പറഞ്ഞ കുറച്ച് നാളത്തെ ഓപ്പറേറ്റ് ചെയ്ത ഫിനാൻഷ്യൽസ് ആവശ്യം വരില്ലേ ഡെറ്റിലേക്ക് പോകണമെങ്കിൽ 2 to 3 ഇയർ എങ്കിലും ട്രാക്ക് ബിസിനസ്സിന് മാത്രമേ ഡെറ്റിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ഒരു ഹൈ എൻഡ് ഡെറ്റിലേക്ക് ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നും ആവില്ല, ബാങ്ക് ലോൺസ് ഒന്നും. ഇത് കുറേ കൂടി എന്താ പറയുക സ്റ്റാർട്ടപ്സിന് മാത്രം കിട്ടുന്ന ഒരു ഫെസിലിറ്റിയാണ്. ഇനി ഫണ്ടിങ്ങിന്റെ ഒരു വേറൊരു സെഗ്മെന്റോട് പറയുകയാണെങ്കിൽ ഒരു ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന FDI എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂമി ചെയ്യുന്നത് ഈ സെഗ്മെന്റ് ആണ്. US-ലുള്ള ഇൻഡിവിജ്വലിനോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ ഇന്ത്യയിലുള്ള സ്റ്റാർട്ടപ്സിന് ഫണ്ട് എടുക്കാം, റേസ് ചെയ്യാം. അപ്പൊ നമ്മൾ RBIയുടെ പെർമിഷനും ഒരു വാല്യുവേഷനും ഒരു കംപ്ലൈൻസും ഉണ്ടെങ്കിൽ ലീഗലി നമ്മുടെ കമ്പനീനെ വാല്യൂ ചെയ്ത് ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ഫണ്ട് നമുക്ക് കൊണ്ടുവന്ന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും തിരിച്ചു കൊണ്ടുപോകാനുമുള്ള
ഓപ്ഷൻസ് ഉണ്ട്. പല സ്റ്റാർട്ടപ്സിനും ഏർലി സ്റ്റേജിൽ ഇന്ത്യയിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇന്ത്യൻ എക്കോസിസ്റ്റം ഏർലി സ്റ്റേജ് ഫണ്ടിങ് അത്ര മെച്ചുവേർഡ് അല്ല. കുറെ കൂടി ട്രാക്ഷനും സിസ്റ്റവും അതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് ഇവിടെ കൂടുതൽ. ആ സമയത്ത് സിലിക്കൺ വാലി അല്ലെങ്കിൽ പല US, ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം സിംഗപ്പൂരാണ് ഏറ്റവും കൂടുതൽ ഫണ്ടിങ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഒരു ലീവറേജ് യൂസ് ചെയ്തുകൊണ്ട് അതിനൊക്കെയാണ് കമ്പനി വേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു നമ്മുടെ ഒരു വിഷൻ മൾട്ടിപ്പിൾ റൗണ്ട് ഫണ്ടിങ് ഉണ്ട്, വെളിയിൽ നിന്ന് ഫണ്ട് കൊണ്ടുവരണം. ലിസ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ ആദ്യമേ തന്നെ കമ്പനി നിർബന്ധമായി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഐഡിയയുടെ പുറത്തും നമുക്ക് പ്രോപ്പർ വാല്യൂവേഷൻ വെച്ചിട്ട് വെളിയിൽ നിന്ന് ഫണ്ട് കൊണ്ടുവരാനായിട്ട് ആ ഒരു കൺവേർഷന്റെ പോസിബിലിറ്റി ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ നമുക്ക് ലീവറേജ് ആണ് ശരിക്കും എടുക്കേണ്ടത്. ശരിക്കും ഒരു ഓൺട്രപ്രണർക്ക് ആ ഒരു വിഷൻ വേണം. ഈ ഫണ്ട് റേസിംഗ് ഒരു ഗെയിം ആണെങ്കിലും നമ്മൾ എപ്പോഴും പറയാം ആ ഫണ്ടിന്റെ പ്രോപ്പർ യൂട്ടിലൈസേഷനും അവരെങ്ങനെ മനോഹരമായിട്ട് എക്സിറ്റ് ആക്കി കൊടുത്താൽ ആ പറയുന്ന ഇൻവെസ്റ്ററിനെ അടുത്താളെ കൊണ്ടുവരും. ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ തന്നെ നമ്മളെ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മളെ കൊണ്ടുവരും. ഒരു ഫൈനലി ഒരു പോയിന്റ് കൂടി പറയുകയാണെങ്കിൽ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റർ ആണ് എപ്പോഴും സ്റ്റാർട്ടപ്പിലേക്ക് വേണ്ടത്. അതായത് ഫണ്ട് മാത്രം പോരാ, അദ്ദേഹത്തിന്റെ കണക്ട്സ്, റെഫറൻസ്, ഐഡിയാസ്, ആ കാര്യങ്ങളും കൂടി വരുന്ന ഒരു പോയിന്റ് കൂടി വരുമ്പോഴാണ് ഈ പറയുന്ന സ്റ്റാർട്ടപ്പ് ഫണ്ടിങ്ങിന്റെ ബ്യൂട്ടി വരുന്നത്. കാരണം ഈ ഇടയ്ക്ക് നമ്മുടെ ഒരു സ്റ്റാർട്ടപ്സിൽ ബോട്ടിന്റെ ഫൗണ്ടർ അമൻ ഗുപ്തയാണ് ഫണ്ട് ചെയ്തത്. അദ്ദേഹം ചെറിയൊരു ഫണ്ടിങ് ആണ് ചെയ്തത്. അവർ ഷാർക്ക് ടാങ്കിലെ വിന്നർ ആയിരുന്നു. അപ്പോൾ ഒരു ആള് സൈലന്റ്ലി ഇവരെ വാച്ച് ചെയ്യായിരുന്നു. ടേൺ ഓവർ ഒരു 2 CR ഉള്ളപ്പോഴാണ് അദ്ദേഹം ഫണ്ട് ചെയ്തത്. ഒരു 4 CR ആയപ്പോൾ പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞിട്ട് വേറെ ഇൻവെസ്റ്റർ കണക്ട് ചെയ്തിട്ട് അടുത്ത റൗണ്ട് ഫണ്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രാറ്റജിക് ഇൻവെസ്റ്റേഴ്സിനെയാണ് സ്റ്റാർട്ടപ്സിലേക്ക് നമുക്ക് വേണ്ടത്. ആ ഒരു കണക്ട്സ് യൂസ് ചെയ്യുക, മാർക്കറ്റ് ഡെവലപ്പ് ചെയ്യുക, ടീം ഡെവലപ്പ് ചെയ്യുക, പ്ലസ് നെക്സ്റ്റ് റൗണ്ട് ഫണ്ടിങ്ങിലേക്ക് ഒരു ഗൈഡൻസ് കിട്ടുകയാണെങ്കിൽ കുറേ കൂടി സ്മൂത്ത് ആയിരിക്കും ഈ ഒരു പ്രോസസ്സ്. ഇനി നമുക്ക് അടുത്ത 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഹൗ ടു ഫൈൻഡ് ഇൻവെസ്റ്റേഴ്സ് എന്നുള്ളതും. ഇൻവെസ്റ്ററെ ഷാർക്ക് ടാങ്ക് ഒരു വലിയ സെലിബ്രേറ്റഡ് ഇവന്റ് ആണ്. പക്ഷെ ഷാർക്ക് ടാങ്കിന്റെ ചെറിയ ചെറിയ ക്ലസ്റ്റർ എല്ലാ നാട്ടിലും ചെറിയ ചെറിയ ഇവന്റുകൾ നടക്കുന്നുണ്ട്. ഇൻവെസ്റ്ററെ കണ്ടെത്താം, ഇൻവെസ്റ്ററുടെ അടുത്ത് പിച്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഇവന്റ്സ് എസ്പെഷ്യലി ഐഡിയേഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സ്റ്റാർട്ടപ്പിന് സേഫ് ആണോ? ഈ 2 കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ്, ഹൗ ടു ഫൈൻഡ് ആൻ ഇൻവെസ്റ്റർ. ഇൻവെസ്റ്ററെ കിട്ടുക എന്നുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ടെക്നിക്കലി സ്പീക്കിംഗ്. അതും ഏർലി സ്റ്റേജ് ഫണ്ടിങ്ങിൽ. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഫാമിലി, ഫ്രണ്ട്സ്, ഫൂൾസ്. നമ്മളെ ഇനീഷ്യലി മനസ്സിലാക്കുന്ന നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും മാത്രമാണ് ഏർലി സ്റ്റേജിൽ ഫണ്ട് കിട്ടാൻ നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു മെത്തഡോളജി. പക്ഷേ ചില സെർട്ടൈൻ സെഗ്മെന്റിൽ നമുക്ക് കിട്ടാനും പോസിബിലിറ്റീസ് ഉണ്ട്. അതിന് ഈ ഇവന്റുകളെ എങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. ഒരുപാട് ബിസിനസ് കോൺക്ലേവ്സും നെറ്റ്വർക്കിംഗ് ഇവന്റ്സും ഫണ്ടിങ് ഇവന്റ്സും പല സ്ഥലത്തും നടക്കുന്നുണ്ട്. കേരളത്തിലാണെങ്കിൽ ഹഡിൽ ഗ്ലോബൽ എന്ന് പറയുന്ന ഇവന്റ്, ബാംഗ്ലൂർ ഒരുപാട് ഇവന്റ്സ് നടക്കുന്നുണ്ട്, മുംബൈയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ പല നെറ്റ്വർക്കിംഗ് ഇവന്റ്സിലൂടെയാണ് നമ്മൾ പല ഇൻവെസ്റ്റ്മെന്റ് ആൾക്കാരെയും പരിചയപ്പെടാം. ഒരുപാട് ഏഞ്ചൽ നെറ്റ്വർക്കുകളുണ്ട്, VCs ഉണ്ട്, പ്രൊഫഷണൽ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇവരുടെയൊക്കെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് പലപ്പോഴും ഇവിടെ വന്നു പോവുക. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം കണ്ടുകൊണ്ട് മാത്രം ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യില്ല. ഇവരെല്ലാവരെയും അവരുടെ പോയിന്റിൽ പോയി കണ്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് മൾട്ടിപ്പിൾ പിച്ചിങ് നടത്തിയതിന് ശേഷം മാത്രമാണ് നമുക്കൊരു ഡീലൊക്കെ ക്ലോസ് ആയി വരുള്ളൂ. അപ്പോൾ ഓരോ ഇൻവെസ്റ്റർക്കും ഓരോ സെക്ടർ സ്പെസിഫിക് ആയിരിക്കും. ചിലവർ ഏർലി സ്റ്റേജിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, ചിലവർ സസ്റ്റൈനബിലിറ്റിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, ചിലർ ടെക്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, ചിലവർ പ്രൊഡക്റ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. ഇവരുടെ സെക്ടർ മനസ്സിലാക്കി ഇവരെ പറ്റി പഠിച്ച് നമ്മൾ അവരിലേക്ക് പിച്ച് ചെയ്യണം. പിന്നെ വേറൊരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഐഡിയയെ ലൂട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ട്. ഇപ്പൊ നമ്മളിതിൽ പറയുന്ന ഒരു പോയിന്റ് നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് NDA എന്ന് പറയുന്ന ഡോക്യുമെന്റ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മുടെ ക്രക്സ് ആയിട്ടുള്ള USP എല്ലാവരുടെ അടുത്തും പറയാതിരിക്കാം. വളരെ ചുരുക്കം പേരിലേക്ക് മാത്രം ഈ പറയുന്ന ഐഡിയ കൊണ്ടുപോയി പിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഏർലി സ്റ്റേജ് ഫണ്ടിങ് കേരളത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് പ്രാക്ടിക്കലി സ്പീക്കിംഗ്. ഇപ്പോൾ ടെക് ബേസ്ഡ് ആണെങ്കിൽ ബാംഗ്ലൂരു അല്ലെങ്കിൽ പൂനെ പോലെ സിറ്റീസിൽ നമുക്ക് ഈ പറയുന്ന ഫണ്ടിങ് പോസിബിൾ ആണ്. അതേപോലെ US ബേസ്ഡ് ഒരുപാട് ആക്സിലേറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നമ്മുടെ ഐഡിയനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ആ എക്കോണമിയിലേക്കും പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇൻക്യുബേഷനും തരും, വിസയും വരെ തരുന്ന പോസിബിലിറ്റീസ് ഉണ്ട്, ഫണ്ടും അവർ തരും. അപ്പോൾ അങ്ങനത്തെയുള്ള സെഗ്മെന്റിലൂടെ മാത്രമാണ് ഏർലി സ്റ്റേജ് ആയിട്ടുള്ള ഫണ്ടിങ് നമുക്ക് പോസിബിൾ ആയിരിക്കും. ഒന്ന് ഫാമിലി ഫ്രണ്ട്സും, 2 കേരളത്തിന് വെളിയിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രാറ്റജിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തുള്ള ഒരു പോയിന്റും. രണ്ടാമത്തെ കേസ് കുറച്ചും കൂടി മുന്നോട്ട് പോവുകയാണ്. ഒരു MVP ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ഏഞ്ചൽ VC പ്ലാറ്റ്ഫോം. കേരളത്തിലാണെങ്കിൽ കേരള ഏഞ്ചൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ടൈ കേരള ഹോസ്റ്റ് ചെയ്യുന്ന നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എല്ലാ വർഷവും ഒരു 50-ൽ പരം ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഹഡിലും പല പ്രോഗ്രാംസിലും ഇൻവെസ്റ്റർ കഫേ, ഇൻവെസ്റ്റർ കണക്ട്സ് എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അറിയാത്ത ഒരുപാട് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ ഫാമിലിയിൽ നിന്നോ ഫ്രണ്ട്സിൽ നിന്നോ തന്നെ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും.
പക്ഷെ അവരൊരിക്കലും റിലേഷൻഷിപ്പിന്റെ പുറത്ത് ഫണ്ട് റേസ് ചെയ്യരുത്. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ പ്ലാനും പിച്ച് ഡെക്കും കാണിച്ച് അവരെ കൊണ്ട് പ്രൊഫഷണലി ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫണ്ട് റേസ് ചെയ്യും. ഇപ്പോൾ റീസെന്റ് ഒരു ഫണ്ടിങ് നടന്നത് ഒരു 250,000,000, ഒരു 3 കോടിയോളം കേരളത്തിൽ തന്നെ നടന്നിട്ടുണ്ട് ഐഡിയ സ്റ്റേജിൽ. അത് നടന്നത് ഒരു വിസിബിൾ അല്ലാത്തൊരു ഹൈ നെറ്റ് വർത്ത് പേഴ്സൺ ആണ്. അപ്പൊ നമ്മൾ റെഫറൻസിലൂടെ അവരിലേക്ക് എത്തി അവരിലേക്ക് ഐഡിയാസ് പിച്ച് ചെയ്ത് പ്രൊഫഷണലി ചെയ്യുകയാണെങ്കിൽ പോസിബിൾ ആണ്. പക്ഷെ ഒരു ടാസ്ക് ആണ് ഫണ്ട് റേസിംഗ് എന്ന് പറയുന്ന സംഗതി. അതുപോലെ അവിടെ റിലേഷൻ ഒരിക്കലും മിസ്യൂസ് ചെയ്യാതിരിക്കുക. ഇപ്പൊ നമ്മള് ഫാമിലി ഫ്രണ്ട്സിലേക്ക് പോകുമ്പോൾ പ്രശ്നം ഈ ഫണ്ടിങ് മാത്രം മതി നാളെ ബന്ധങ്ങൾ മോശമായിട്ട് പോകാനായിട്ട്. അപ്പൊ പ്രൊഫഷണൽ വേയിൽ ഒന്ന് അപ്രോച്ച് ചെയ്യുക. പിന്നെ ഒരു പരിധി കഴിഞ്ഞാൽ കേരളം വിട്ട് നമ്മൾ ട്രാവൽ ചെയ്യണം. അതായത് സാസ് ആണെങ്കിൽ മുംബൈ ആണ്, ഒരു പ്രൊജക്ട് ബേസ്ഡ് ഫണ്ടിങ് ആണെങ്കിൽ എന്താ പറയുക ബാംഗ്ലൂർ പ്ലസ് മുംബൈ ആണ് ഇതിന്റെ ബേസ് എല്ലാം നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പല സ്ഥലത്തും ട്രാവൽ ചെയ്ത് പ്രൊഫഷണൽ ഇൻവെസ്റ്റേഴ്സിനെ കണക്ട് ചെയ്ത് കറക്ഷൻസ് വരുത്തി അവരിലൂടെയാണ് ഈ സംഗതി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ചില ബിഗ് കമ്പനീസ് ലൈക്ക് സൊമാറ്റോ, സെറോദയൊക്കെ അവരുടെ കുറെ ഫണ്ടിൽ നിന്ന് തന്നെ പല CSR ഫണ്ടിൽ നിന്നും ഏർലി സ്റ്റേജ് സ്റ്റാർട്ടപ്പുകൾക്ക് ഗ്രാൻസ് ആയിട്ടും സീഡ് ഫണ്ടായിട്ടും കൊടുക്കുന്ന രീതികളുണ്ട്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ കണ്ടെത്താന്ന് ചോദിച്ചാൽ ഒന്ന് നെറ്റ്വർക്കിംഗ് ഇവന്റ്സിലൂടെ നടക്കാം. പിന്നെ ലിങ്ക്ഡിൻ പോലത്തെ പ്ലാറ്റ്ഫോമിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ മുംബൈ ബാംഗ്ലൂരിലൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരുപാട് പിച്ചിങ്ങുകൾ നടക്കുന്നുണ്ട്. പല കഫേസും പിച്ചിങ്ങിനുള്ള വേദികളാണ്. ഷാർക്ക് ടാങ്ക് പോലത്തെ പല പ്ലാറ്റ്ഫോംസും വരുന്നുണ്ട്. പക്ഷെ അത് കുറേയും കൂടി ഫണ്ടിങ്ങിനേക്കാൾ ഉപരി ആ PR നമുക്ക് ഒരുപാട് സെയിൽ കൂട്ടാനായിട്ട് നമ്മളെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അൾട്ടിമേറ്റ്ലി നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ പല ഇൻക്യുബേറ്റേഴ്സ് ആയിട്ടും നമുക്ക് ഒരു മെയിൽ മാത്രം മതി. അതായത് നമുക്ക് കണക്ട് ചെയ്ത് പിച്ച് ചെയ്യാനായിട്ട്. ഇപ്പോ ഇന്ത്യയിൽ തന്നെ 240ഓളം ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഒന്നാണെങ്കിൽ ടി ഹബ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തെലുങ്കാന വളരെ നന്നായിട്ട് ഇന്ത്യയിൽ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് 3 സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 3 സ്ഥലത്ത് നമുക്ക് ഇൻക്യുബേറ്റ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും 3 സ്ഥലത്ത് ആ 3 സ്ഥലത്ത് തന്നെ സപ്പോർട്ട് നമുക്ക് വാങ്ങിയെടുക്കാനായിട്ട് പറ്റും. ഇതാണ് ഒരു ബേസ് ഓഫ് ഫണ്ടിങ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇനി ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ, എന്താണ് ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർക്ക് വേണ്ടുന്ന ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ്? ശരിക്കും നല്ലൊരു ഇന്നോവേഷൻ വേണമെന്ന് ഞാൻ എപ്പോഴും പറയില്ല. ഒരു വാല്യൂ ആഡഡ് ആയിട്ടൊരു പ്രൊഡക്റ്റ് ഇറക്കാൻ പറ്റുന്ന ഒരു ഓൺട്രപ്രണർ ആയാൽ മതി. രണ്ടാമത്തെ കേസ് ഒരു പേഷ്യൻസും പെർസീവറൻസും വേണം. കാരണം സ്റ്റാർട്ടപ്സിൻ്റെ ഒരു ഗ്ലാമർ വേൾഡ് ഉണ്ട്. അതായത് നമ്മൾ കുറേ ഫണ്ടിങ് റേസ് ചെയ്യുന്നു, നമ്മൾ വേറെ ലെവലിലേക്ക് പോകുന്നു, ട്രാവൽ ചെയ്യുന്നതിനുപരി ഞാൻ എപ്പോഴും പറയാം ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ചില കാര്യങ്ങൾ ഒരു MSME ഫൗണ്ടറെ കണ്ടുപഠിക്കണമെന്നാണ് ഞാൻ പറയാം. കാരണം സ്ലോ ആയിട്ട് സ്റ്റഡി ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അവിടെ ഒരു MSME സ്റ്റാർട്ടപ്പിനെ ഡിസ്റ്റിങ്ഷ് ചെയ്യുന്നൊരു പോയിന്റ് അവരുടെ ടെക്നോളജിയാണ്, സ്കെയിലബിലിറ്റിയാണ്. പിന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫൗണ്ടേഴ്സിൻ്റെ ആ ഒരു സ്കിൽസും എവല്യൂഷനുമാണ്. അപ്പോൾ സ്ലോ സ്റ്റഡി ആയിട്ടുള്ളൊരു മെത്തഡോളജി നിർബന്ധമായിട്ട് വേണം. എന്നാൽ അവർക്ക് ആ ടെക്നോളജി ബാക്ക് ചെയ്തിട്ട് ഒരു പ്രോബ്ലമോ അല്ലെങ്കിൽ ഇൻവെൻഷനോ ഇന്നോവേഷനോ കണ്ടുപിടിക്കുക. അതായത് നമ്മൾ അതിലേക്ക് എത്താണ് ചെയ്യുക. പലപ്പോഴും ഒരു സംഗതി കണ്ടുപിടിക്കാൻ വേണ്ടി പോയി ഒന്നും കിട്ടില്ല. ഗ്രാജുവലി നമ്മൾ അതിലേക്ക് വരാണ്. പിന്നെ നല്ലൊരു മാർക്കറ്റ് റിസർച്ച് ഡെഫിനറ്റ് ആയിട്ട് വേണം. നോർമൽ MSMEസിനേക്കാൾ കൂടുതൽ ഒരു വേൾഡ് വൈഡ് സിനാരിയോ എവിടെ നമുക്ക് ഇതിനെ പൊസിഷൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു മാർക്കറ്റ് സ്റ്റഡി ഇല്ലാതെ ഒരിക്കലും ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർക്ക് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്താൻ പറ്റില്ല. പിന്നെ ടീം ഇല്ലാതെ സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. ടെക് ഈസ് കോമൺ, ഡെഫിനറ്റ്ലി ടെക്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വേണ്ടത്. പിന്നെ വേണമെങ്കിൽ പറയാം ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ, അത് വളരെ നിർബന്ധമാണ്. അത് ഒപ്റ്റിമമായിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്നും എഫക്റ്റീവായിട്ട് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നുള്ള ഒരു ക്ലാരിറ്റിയും കൂടി അതിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് എത്താൻ പറ്റും. എപ്പോഴും ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഫൗണ്ടറിനെ നോക്കിയിട്ടാണ് തീരുമാനമെടുക്കുന്നത് അല്ലേ? പലപ്പോഴും ബിസിനസ് പ്ലാനിലുപരി ആ വ്യക്തി ആര്, എത്രത്തോളം ട്രസ്റ്റബിൾ ആണ്, എത്രത്തോളം വൈബ്രന്റ് ആണ് എന്നുള്ള കാര്യങ്ങളും കൂടെ. പിന്നെ ക്ലാരിറ്റിയാണ്. അപ്പൊ അവർക്ക് ആ ബിസിനസിനോടുള്ള ക്ലാരിറ്റി, എന്തോരം ക്ലാരിറ്റി ഉണ്ട്, എന്തോരം വിഷണറി ആണ്, പിന്നെ പുള്ളി പറയുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഡെഫിനറ്റ് ആയിട്ടും അതൊരു വാല്യുവേറ്റ് ചെയ്യും. നമ്മളിപ്പോ ചിലപ്പോൾ ഈ ഇടയ്ക്ക് ഒരു ഫണ്ടിങ് നടന്ന് 3 പ്രാവശ്യം നോ പറഞ്ഞ ആളാണ് 4ാമത് അതിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പൊ അവരെന്തോരം പെർസീവറൻസ് ഉണ്ട്, എന്തോ അതിലേക്ക് കറക്ഷൻസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും തിരുത്താനുള്ള ഒരു മനസ്സും കൂടി നമുക്ക് വേണം. ചില സമയത്ത് ചില ഫൗണ്ടേഴ്സിന് ഹൈ ഈഗോ ഉള്ള ആൾക്കാരായിരിക്കും. എല്ലാവരും ഈഗോ എല്ലാവർക്കും ഉണ്ട്. നമ്മൾ IIM ആണ്, IIT ആണ്. പക്ഷെ അതിന്റെ ഒരു പ്രൊഡക്റ്റ് സൈഡ് ഗംഭീരമായിരിക്കും, പക്ഷെ മാർക്കറ്റിംഗ് സൈഡിൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ആ ഒരു കാര്യങ്ങളെ തിരുത്താൻ നമുക്ക് പറ്റിയാൽ വളരെ ഹെൽപ്ഫുൾ ആണ്. എപ്പോഴും നമ്മൾ ബി ദ ഫസ്റ്റ് പേഴ്സൺ എന്നൊക്കെ പറയും. ചില ഐഡിയാസ് ആദ്യമേ തന്നെ ലോഞ്ച് ചെയ്യാൻ പറ്റിയ അത് അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. അപ്പൊ അതിലേക്ക് ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ് കൂടി നമുക്ക് ഇതിൽ ആവശ്യമാണ്. കാരണം ഏറ്റവും കൂടുതൽ കോപ്പി ചെയ്യുന്ന സെഗ്മെന്റും കൂടിയാണ് ഈ സ്റ്റാർട്ടപ്സിൽ വരുന്നത്. സോ ദിസ് ഈസ് ദ ബേസ്.
എനിക്ക് തോന്നുന്നു അത് നമുക്ക് ഇതുവരെ സ്റ്റാർട്ടപ്പിന് വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യാൻ പറ്റി. അഗൈൻ ടൈം ലിമിറ്റേഷൻ ആണ്. എന്നാലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഒരാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെ മനുവിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും, എന്താണ് GHC ഗ്രോത്ത് ലാബിന്റെ സർവീസസ്, ഇതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വി ക്യാൻ വൈൻഡ് അപ്പ്. ഷുവർ. നമ്മുടെ വെബ്സൈറ്റ് തന്നെ വിസിറ്റ് ചെയ്താൽ മാത്രം മതി. www.ghcgrowthlab.com കയറിയാൽ ഓൾമോസ്റ്റ് എല്ലാ അതിൽ സർവീസുകളും ഉണ്ട്. കോറായിട്ട് നമ്മൾ ചെയ്യുന്നത് ഐഡിയ വാലിഡേഷൻ ആണ്. ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫൈനാൻഷ്യൽ വയബിലിറ്റി നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും, സ്ട്രക്ചറിങ്ങിലേക്ക് ഹെൽപ്പ് ചെയ്യും, അതിൻ്റെ അൾട്ടിമേറ്റ് ഗൈഡൻസ്, പിന്നെ ഫണ്ടിങ്ങിലേക്കാണ്. ഒരു ഫണ്ട് എടുക്കേണ്ട സമയമുണ്ട്, ആ സമയത്ത് ഫണ്ട് എടുക്കാൻ പാടുള്ളൂ. ചിലപ്പോൾ അതേപോലെ തന്നെ ഏത് ഫണ്ട് എടുക്കണം, എങ്ങനെ ഇൻവെസ്റ്ററെ കൺവിൻസ് ചെയ്യണം, എന്ത് എക്സിറ്റ് ഡിഫൈൻ ചെയ്യണം, ഈ പറയുന്ന ഒരു കാര്യങ്ങളാണ് ഞങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് എന്ന് പറയും. ഒരാൾ നിങ്ങളുടെ ബിസിനസ് ഇഷ്ടപ്പെട്ടു, ഫണ്ട് ചെയ്യാൻ റെഡിയാണ്, പക്ഷേ എന്ത് സ്റ്റേക്ക് കൊടുക്കണം, എങ്ങനെ കൺട്രോൾസ് കൊടുക്കണം, ബോർഡിലേക്ക് കൊണ്ടുവരണോ അതോ ഇൻവെസ്റ്ററായിട്ട് മാത്രം മതിയോ, എന്തൊക്കെ കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യണം, ഒരു ഡീൽ അഡ്വൈസറി എന്ന് പറയും. ഈ ഒരു പോയിന്റും കൂടി ചേരുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് നീഷ് സെഗ്മെന്റ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. എല്ലാം പ്ലാറ്റ്ഫോം ബേസ്ഡ് ആണ്. അതിലൂടെ തന്നെ അപ്പോയിന്റ്മെന്റ്സ് എടുക്കാം, കൺസൾട്ട് ചെയ്യാം, കൊച്ചിയിൽ വന്ന് കാണാം, ഓൺലൈനിൽ ഇരിക്കാം. ഈ ഒരു ലെവലിലാണ് നമ്മൾ ചെറിയ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എക്സ്ക്ലൂസീവ്ലി സ്റ്റാർട്ടപ്സിനെ ഫണ്ടിങ് എലിജിബിൾ ആക്കി മാറ്റുക, വേണമെങ്കിൽ ആ പ്രോസസ്സിലേക്ക് പിച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. സോ താങ്ക്സ് ഫോർ കണക്ടിങ് മനു. ഈ ഒരു ഗ്രോത്ത് ടോക്സിൽ വരാൻ കാണിച്ച എല്ലാ ഇതിനും നന്ദി. ഇപ്പം എന്തായാലും ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടാണ് വിചാരിക്കുന്നത്. നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ തിങ്ക് ചെയ്യണം, എങ്ങനെ ബിൽഡ് ചെയ്യണം, എങ്ങനെ ഗ്രോ ചെയ്യണം എന്നൊക്കെ മനു ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ മനുവിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും വെബ്സൈറ്റും ഈ വീഡിയോന് താഴെ കൊടുക്കുന്നുണ്ട്. യു ക്യാൻ കണക്ട് വിത്ത് ദം. ആൻഡ് വൺസ് അഗെയിൻ, ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള നാടാണ് കേരളം. നമുക്കെല്ലാം ഒരുപാട് അത്യാവശ്യം നല്ല ഇന്റേണൽ ടെക്നിക്കൽ കാപ്പബിലിറ്റി ഉള്ള ഒരു ബിൽട്ടാണ് നമ്മളുടെ മൈൻഡ് ആൻഡ് ബോഡി. So we can achieve heights, and again global market is ready to invest, right? Find the right people, connect with them, network, and build your business. See you in the next session. Till then, bye bye, take care.